أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ബാന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയം തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽ പ്രസാദാത് പരം ശാന്തിസ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. പാലക്കാട് ജില്ല പ്രബോധന സമ്മേളനത്തിൻ്റെ ഭാഗമായി കല്ലടിക്കോട് പ്രദേശത്ത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ആധുനിക കാലഘട്ടം ഏറെ ശക്തമായി ആവശ്യപ്പെടുന്ന ഒരു സ്നേഹ സംഗമത്തിലാണ് പ്രബലമായ 3 മതങ്ങളുടെ നേതൃത്വത്തിലെ ഉന്നതന്മാരായ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഇവിടെ നടക്കുന്നത്. ഈ സമ്മേളനത്തിൽ ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ച ബഹുമാന്യനായ സഹപ്രബോധകൻ ISMന്റെ സ്റ്റേറ്റ് സാരഥിയായ TK അഷ്റഫ് സാഹിബ്, ബഹുമാന്യനായ സ്വാമി ഗീതാനന്ദ മാവേലിക്കര, അനാരോഗ്യം കാരണം കൊണ്ട് ഏറെ മനോവേദനകളോടെ ഇവിടെ വരാൻ കഴിയാത്തതിൽ ദുഃഖം രേഖപ്പെടുത്തിയ ഫാദർ ജെയിംസ് ചക്യാത്ത്, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ, സഹൃദയരെ, സഹോദരി സഹോദരന്മാരെ, റോഡിന്റെ ഇരു വശങ്ങളിൽ നിന്നുകൊണ്ട് ഈ സമ്മേളനത്തെ വീക്ഷിക്കുന്ന ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള സഹൃദയരെ, മഹാസന്തോഷമുള്ള ഒരു സംഗമവേദിയിലാണ് ഞാനും നിങ്ങളും ഇവിടെ സമ്മേളിക്കുന്നത്. പക്ഷേ ഒരു വലിയ ദുഃഖം എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ആ ദുഃഖം എന്താണെന്ന് ചോദിച്ചാൽ, 3 പ്രബല മതങ്ങളുടെ ആദർശത്തിൽ വിശ്വസിക്കുന്ന പണ്ഡിതന്മാർക്ക് ഒരു സ്റ്റേജിലെ കസേരയിൽ ഒന്നിച്ചിരിക്കാമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ആ 3 പ്രബല മതത്തിലെ അനുയായികൾക്ക് കൃത്യമായി സാധിച്ചിട്ടുണ്ടോ എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു ഹോട്ടലിൽ മതവും ജാതിയും നോക്കിയല്ല നമ്മൾ കയറുന്നത്. എല്ലാ മതവിശ്വാസികളും മതത്തിലില്ലാത്തവരും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കും. മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഇവിടെ മെഡിക്കൽ ഷോപ്പുകളില്ല. സർക്കാർ ഹോസ്പിറ്റൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഹൈന്ദവർക്ക് വേണ്ടി മാത്രമല്ല, ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല. ഇപ്പൊ ചിന്മയുടെ കേന്ദ്രമാണ് സിനിമാ തിയേറ്റർ. എല്ലാവർക്കും അറിയാം. ലോകത്തിന് വമ്പിച്ച സംസ്കാരം നൽകിയ ഒരു കലയോ അല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു മഹാസംഭവമല്ല സിനിമ എന്ന് എല്ലാവർക്കും അറിയാം. ധാരാളം തിന്മകൾ ഉൾക്കൊള്ളുന്നതാണ് സിനിമയും അതുമായി ബന്ധപ്പെട്ട സംരംഭങ്ങളും എന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും നിരത്തിയിട്ടപ്പെട്ട കസേരകളിൽ എല്ലാ മതക്കാരും തൊട്ടടുത്തിരുന്ന് ആ തിന്മ ആസ്വദിക്കുന്നു. ആർക്കും അതിൽ പ്രയാസം തോന്നിയിട്ടില്ല. നേരത്തെ സ്വാമിജിയും അഷ്റഫ് ഖായൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള മദ്യപാനത്തിന്റെ വിപത്ത്, ഏറ്റവും വലിയ ക്യൂ കള്ളുഷാപ്പിന്റെ മുമ്പിലാണ്. എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും അവിടെയുണ്ട്. ശരീരം പരസ്പരം തൊട്ടുരുമ്മി ഒരേ വരികളിൽ
വളരെ അടുത്ത് ആലിംഗനം ചെയ്തുകൊണ്ട് ജാതി മതഭേദമന്യേ ഒരു തിന്മയ്ക്ക് വേണ്ടി എല്ലാവരും ഒന്നിക്കുന്നു. വേശ്യാലയത്തിലും ജാതിയും മതവുമില്ല, അവിടെയും എല്ലാവരും ഒന്നിക്കുന്നു. ഭാസ്കരനുണ്ട്, ജോർജ് ഉണ്ട്, അബ്ദുൽ ഖാദർ ഉണ്ട്, എല്ലാവരും ഉണ്ട് അവിടെ. റോഡിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരുപാട് അമുസ്ലിങ്ങൾ നിൽക്കുന്നുണ്ട്. ഇവിടെ ഇട്ടിരിക്കുന്ന കസേരകളിൽ പലതും ഒഴിവുണ്ട്. എന്തായിരുന്നാലും മനസ്സിന്റെ ഉള്ളിൽ എന്താണ്? ഇത് മുസ്ലിങ്ങൾ സംഘടിപ്പിച്ച പരിപാടിയാണ്. അങ്ങനെ വിചാരിക്കുന്ന കാലം മാറണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ കസേരയിൽ എല്ലാവർക്കും വന്നിരിക്കാം. വിശിഷ്യ അമുസ്ലിങ്ങൾ കൂടുതലാണെങ്കിൽ മുസ്ലിങ്ങൾ ഒഴിഞ്ഞു കൊടുക്കണം എന്നതാണ് ഇസ്ലാം ആ കാര്യത്തിൽ വെച്ചിട്ടുള്ള പ്രധാനമായ കാര്യം. വരുന്നവർക്ക് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കാൻ വിശുദ്ധ ഖുർആനിൽ 58-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. ഖുർആൻ വരുന്നവർക്ക്, വിശിഷ്യ അതിഥികൾക്ക്, ഇത് കേൾക്കണമെന്ന് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്ന അമുസ്ലിങ്ങൾക്ക് ഈ കസേരകളിൽ ആദ്യമായി സീറ്റുറപ്പിക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിയാതെ പോകുന്നത് വലിയൊരു ദുരന്തമാണ്. അമുസ്ലിങ്ങളെ, സ്ത്രീകളെയും സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ഇവിടെ സൗകര്യമുണ്ട്. എല്ലാ മതത്തിൽപ്പെട്ടവർക്കും ഇവിടെ ഇരിക്കാം. ഇഷ്ടമുള്ളതുണ്ടാകും, ഇഷ്ടമില്ലാത്തതുണ്ടാകും. ഒരു പച്ചക്കറി മാർക്കറ്റിൽ, കുഞ്ഞിക്കാദർ നടത്തുന്ന പച്ചക്കറി മാർക്കറ്റിൽ ഒരാൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയും ഉണ്ടാകും, ഇഷ്ടമില്ലാത്തതുണ്ടാവും. പക്ഷെ ആ കടയിലെ അതിന്റെ പേരിൽ കയറാതിരിക്കില്ല. അവിടെ ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യും, ഇഷ്ടമില്ലാത്തത് അവിടെ വെക്കും. ഫിഷ് മാർക്കറ്റിൽ ചെന്നാലും ഇഷ്ടമുള്ളതുണ്ടാകും, അല്ലാത്തതുണ്ടാവും. മാട്ടിറച്ചി കടയിലും എവിടെയും ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. അതുകൊണ്ട് എനിക്കൊരു അപേക്ഷയുണ്ട്, ഇവിടെ ഇനിയും കസേരകൾ ഒഴിവുണ്ട്. റോഡ് സൈഡിൽ നിന്ന് കേൾക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. ഇരിക്കേണ്ടത് മറ്റു പലരുമാണ്. അവർക്കും കൂടെ സൗകര്യമുണ്ടാക്കി കൊടുത്ത് എല്ലാവരും ഇരുന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തിന്മയുടെ കേന്ദ്രത്തിൽ, ഐക്യപ്പെടാൻ പാടില്ലാത്തടത്ത് എല്ലാവരും ഒന്നിച്ചിരിക്കുന്നു. ഐക്യപ്പെടേണ്ടിടത്ത്, സ്നേഹസംഗമത്തിൽ അഭിപ്രായ ഭിന്നതകളുള്ള വിഷയം ഉണ്ടാവാം. ഞാൻ പറയുന്ന പലതിനോടും നിങ്ങൾക്ക് വിയോജിക്കാം. പക്ഷെ ഒന്നിച്ചിരുന്ന് കേൾക്കാൻ, നല്ലതാണെങ്കിൽ സ്വീകരിക്കാൻ, ചീത്തയാണെങ്കിൽ ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് ഞാനതിൽ ദീർഘിച്ചു പറയുന്നില്ല. നിങ്ങളുടെ സന്മനസ് പോലെ നിങ്ങൾക്ക് ഇരിക്കുകയും എഴുന്നേൽക്കുകയും ഒക്കെ ആവാം. പക്ഷെ എല്ലാവരും ഇരിക്കുന്ന സദസ്സ്, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നത്, എല്ലാവരെയും ചിന്തിപ്പിക്കുന്നത്, എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നത്, അവിടെയാണ് നമുക്കൊരു കാര്യം നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയത് വിശാലമായ ഒരു ചിന്തയും വിശാലമായ ഒരു പഠനവും വിശാലമായ ഒരു മനനവും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ എന്റെ മതം അത് എല്ലാവർക്കും എത്തിക്കണം. അങ്ങനെ ആഗ്രഹിക്കുക എപ്പോഴാണ്? എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റിയ ഒന്ന് എന്റെ കയ്യിൽ ഉണ്ടാകുമ്പോഴാണ്, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു തത്വം എന്റെ കയ്യിൽ ഉണ്ടാകുമ്പോഴാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു തുറന്ന പുസ്തകമാണത്. ആർക്കും നഖശികാന്തം വിമർശിക്കാം. ഏത് കാലഘട്ടത്തിലും ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത് ഇസ്ലാമാണ്. ഇസ്ലാമിന്റെ പ്രമാണങ്ങളെയും ഇസ്ലാമിന്റെ പ്രവാചകനെയും ഇസ്ലാമിന്റെ വേദഗ്രന്ഥത്തെയും ലോകാടിസ്ഥാനത്തിൽ 14 നൂറ്റാണ്ടുകള കാലമായി ശക്തമായ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വിമർശനങ്ങളെ ആരോഗ്യപരമായി നേരിടുവാനും ആരോഗ്യപരമായി സ്വീകരിക്കുവാനുമുള്ള പാകത ഖുർആൻ തന്നെയാണ് വിശ്വാസികൾക്ക് നൽകിയത്. ഞാനിവിടെ അഷ്റഫ് ഖായുടെയും സ്വാമിജിയുടെയും പ്രഭാഷണങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ ആസ്വദിക്കുകയും കേൾക്കുകയും ചെയ്തവനാണ്. നമ്മുടെ പ്രസംഗത്തിനുള്ള ഒരു പ്രേരണയും ആവേശവുമാണ് ആ കാര്യം. ഞാനിവിടെ വളരെ പ്രധാനമായ ചില കാര്യങ്ങളാണ്, എനിക്കൊരു വിഷയം തന്നിട്ടുണ്ട് ഇവിടെ അവതരിപ്പിക്കാൻ. കൃത്യമായ ഒരു ടോപ്പിക്കിൽ നിന്നുകൊണ്ടാണ് ഈ സ്നേഹ സംഗമത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വിഷയത്തോട് നീതി പുലർത്തുവാൻ, വിഷയത്തെ പ്രാമാണികമായി നോക്കിക്കാണുവാൻ, നേരത്തെ സ്വാമിജി സൂചിപ്പിച്ച പോലെ ഈശ്വരനുമായുള്ള നമ്മുടെ ബന്ധം അതില്ലാതായി. വേദഗ്രന്ഥത്തിൽ ആ കാര്യങ്ങൾ അങ്ങനെ തന്നെ കിടക്കുന്നു. നാട്ടിലുള്ളതൊന്ന്, ഏട്ടിലുള്ളത് മറ്റൊന്നാണ്. ഏടുകളിലുള്ളതല്ല നാട്ടിലുള്ളത്. അത് വളരെ ഗൗരവമായി പഠിക്കപ്പെടേണ്ട ഒന്നാണ്. സഹോദരങ്ങളെ,
വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട ചില പോയിന്റുകളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. പ്രബലമായ ഒരുപാട് മതങ്ങളുണ്ട് ഇവിടെ. ആ മതങ്ങൾക്കെല്ലാം അവരുടെ വേദഗ്രന്ഥങ്ങളുണ്ട്. വേദം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ജ്ഞാനം, അറിവ് എന്നാണ്. വേദം എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറിവ്, ജ്ഞാനം, വിവരം, വിവേകം, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന മനുഷ്യനെ മനുഷ്യനായി തിരിച്ചറിയുന്ന അറിവ്. അറിവും തിരിച്ചറിവും രണ്ടും രണ്ടാണ്. തിരിച്ചറിവിലേക്കുള്ള പ്രയാണമാണ് വേദം. വേദത്തിലെ ചർച്ചകൾ എന്താണ്? ലോകത്തിലെ പ്രബല വേദങ്ങൾ എന്തു പഠിപ്പിച്ചു? ഗൗരവമായി ആരും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഏത് മതവിഭാഗത്തിലാണോ ജനിച്ചു വീഴുന്നത്, അച്ഛനമ്മമാരുടെ വിശ്വാസം ഏതാണ്, ഉപ്പയുടെയും ഉമ്മയുടെയും വിശ്വാസം ഏതാണ്, മമ്മി ഡാഡി എന്ന് വിളിക്കപ്പെടുന്ന വിശ്വാസം ഏതാണ്, ആ വിശ്വാസത്തിലാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. അവിടുത്തെ ശരി ശരിയും അവിടുത്തെ തെറ്റ് തെറ്റുമാണ്. വേദം പഠിപ്പിച്ചുവോ ഇല്ലയോ, വേദത്തിലുണ്ടോ ഇല്ലയോ, അത് പരിശോധിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ടിട്ടല്ല. ഞാൻ പറഞ്ഞുവല്ലോ, സ്വാമിജിയുടെ പ്രസംഗത്തിൽ ഏറ്റവും ഗൗരവമായി എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു പോയിന്റ്, 5 തിന്മകൾ എണ്ണിയ കൂട്ടത്തിൽ വിഗ്രഹാരാധനയെ അദ്ദേഹം എണ്ണി. മദ്യപാനം പാപമാകുന്ന പോലെ, വ്യഭിചാരം പാപമാകുന്ന പോലെ വിഗ്രഹാരാധന പാപമാണ് എന്ന് ധീരമായി സ്വാമിജി ഇവിടെ തുറന്നു പറഞ്ഞത് നമുക്ക് സന്തോഷമുണ്ട്. ഞാൻ പറയുന്നത്, മദ്യപാനം എന്തൊരു തിന്മയാണോ, വ്യഭിചാരം എന്തൊരു തിന്മയാണോ, ആ കൂട്ടത്തിൽ ബിംബാരാധന എണ്ണിയിരിക്കുന്നു. പ്രവാചക തിരുമേനി എണ്ണി, യേശുക്രിസ്തു എണ്ണി, വേദങ്ങൾ എണ്ണി. വേദഗ്രന്ഥങ്ങളിൽ യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ അത് പറഞ്ഞു. മദ്യപാനം തിന്മയാണെങ്കിൽ, വ്യഭിചാരം തിന്മയാണെങ്കിൽ, ബിംബാരാധന തിന്മയാകുന്നു എന്ന് പറയാൻ സ്വാമിജി കാണിച്ച ധൈര്യത്തെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. തിന്മയെ തിന്മയെന്ന് പറയാൻ നമുക്ക് പറ്റാത്തതാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. നമ്മുടെയൊക്കെ ഒരു പ്രാർത്ഥനയുണ്ട്. ഭാരതീയ ദർശനങ്ങളുടെ ആകത്തുകയായി ഉദ്ധരിക്കപ്പെടുന്ന മനോഹരമായ ഓങ്കാര ശബ്ദത്തിൽ ആരംഭിക്കുന്ന മനോഹരമായ ഒന്ന്. ഇവിടെ നേരത്തെ സ്വാമിജി പറഞ്ഞു, സർവേശ്വരനായ ലോകത്തിന്റെ ജഗന്നിയന്താവിന് നമസ്കാരം അർപ്പിച്ചുകൊണ്ടാണ് സ്വാമിജിയുടെ പ്രഭാഷണം ആരംഭിച്ചത്. നാരായണ എന്ന ശബ്ദത്തിന്, നാരായണ എന്ന് പറഞ്ഞാൽ നരകൃത ശുഭാശുഭഗ്രാഹിയായുള്ളവൻ ആരോ അവൻ. മനുഷ്യന്റെ ഹൃദയത്തിലെ ശുഭങ്ങളെയും അശുഭങ്ങളെയും അറിയുന്ന ലോകത്തിന്റെ സൃഷ്ടാവ് എന്നാണ് അവിടെ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ദൈവവിശ്വാസം എന്താണ്? ആരാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിന്റെ നാഥൻ? വേദഗ്രന്ഥങ്ങളുടെ ഉള്ളടക്കം തമ്മിൽ തല്ലാനുള്ളതാണോ? വേദഗ്രന്ഥം മനുഷ്യരെ ഉച്ചനീചത്വം പഠിപ്പിച്ചുവോ? വേദഗ്രന്ഥം ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതമില്ല എന്നാണോ പഠിപ്പിച്ചത്? അല്ല, വേദഗ്രന്ഥത്തിൽ മരണത്തിന് ശേഷമാണ് യഥാർത്ഥമായ ജീവിതം ആരംഭിക്കുന്നത് എന്നാണോ പറഞ്ഞത്? അതുകൊണ്ടാണ് വേദഗ്രന്ഥങ്ങളുടെ സന്ദേശം, ഖുർആനിന്റെ സന്ദേശം എന്ന് മാത്രമല്ല, വേദഗ്രന്ഥങ്ങൾ, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ചതുർവേദങ്ങൾ, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, സവിശമാക്ക ദശിഷത്, 18 പുരാണങ്ങൾ, ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ്, സെന്നവസ്, തെൽമൂദ്, അതുപോലെ ഒടുവിലത്തെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ, ഇതെല്ലാം വേദഗ്രന്ഥങ്ങളാണ്. ഈ വേദഗ്രന്ഥങ്ങൾ മാനവതയോട് എന്തു പറഞ്ഞു? മനന സ്വഭാവമുള്ളവനാണ് മനുഷ്യനെന്ന് സ്വാമിജി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കോടാനുകോടി ജീവജാലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ മനുഷ്യനാണ് എന്നും പറഞ്ഞു. വിശുദ്ധ ഖുർആനിന്റെ കേന്ദ്ര ബിന്ദു മനുഷ്യനാണ്. അപ്പൊ വിശുദ്ധ ഖുർആനിൽ 2-ാമത്തെ അധ്യായത്തിന്റെ പേര് ബഖറ എന്നാണ്. ബഖറ എന്ന് പറഞ്ഞാൽ ഹൈന്ദവർക്ക് വേഗം മനസ്സിലാവും, പശു. പശു എന്നാണ് അധ്യായത്തിന്റെ പേര്. ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായം, 286 വചനങ്ങളുണ്ട് അധ്യായത്തിൽ. അത്ര സൂക്തങ്ങളുള്ള മറ്റൊരു അധ്യായം ഖുർആനിൽ വേറെയില്ല. ആ അധ്യായത്തിന്റെ പേര് ബഖറ എന്നാണ്. ഫീൽ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആന, വളരെ ചെറിയ അധ്യായമാണ്. വലിയ ആനയെ കുറിച്ച് ചെറിയ അധ്യായത്തിലും, ചെറിയ പശുവിനെ കുറിച്ച് വലിയ അധ്യായത്തിലും വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. അങ്കബൂത്ത് എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട് ഖുർആനിൽ. അങ്കബൂത്ത് 29-ാം അധ്യായം, 8 കാലി എന്നാണ് അതിന്റെ പേര്. സൂറത്തുൻ നഹ്ൽ, തേനീച്ച, സോമർ ഡാം തെളിയിച്ച തേനീച്ചയുടെ
അത്ഭുതങ്ങൾ ഖുർആനിലെ 16-ാം അധ്യായം. സാമൂഹ്യ ജീവിയായ ഉറുമ്പ് നംല് 27-ാം അധ്യായം. അൻആം നാക്കാലികൾ 6-ാം അധ്യായം. ഇങ്ങനെ വിവിധങ്ങളായ ജന്തുവർഗത്തെ, ലോകത്തെ കുറിച്ചെല്ലാം പരാമർശിക്കുന്നു ഖുർആനിൽ. ഇപ്പൊ സൂറത്ത് ബഖറ പശുവിനെ കുറിച്ചാണ്. പശുവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ പശു ദൈവത്തിന്റെ സൃഷ്ടിയും ആരാധിക്കാൻ പറ്റാത്തതും ആരാധിക്കാൻ പാടില്ലാത്തതുമായ സംഗതിയുമായി ബന്ധപ്പെട്ടാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. പശുവിനെ ആരാധിക്കുന്നവരുണ്ട്, അതിനവർക്ക് അവരുടേതായ വാദമുഖങ്ങളുണ്ട്, യുക്തിയുണ്ട്. എന്നാൽ പശുവിനെ ആരാധിക്കരുത് എന്ന് പ്രമാണം പറയുന്നു, വേദഗ്രന്ഥങ്ങൾ പറയുന്നു. വേദഗ്രന്ഥങ്ങൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഖുർആൻ മാത്രമല്ല. ബൈബിള് പറയുന്നു ഫാദറിന് അസുഖമായതുകൊണ്ടാവാം, ഒരുപക്ഷെ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹത്തിന് വരാൻ കഴിയുമായിരുന്നെങ്കിൽ ഇനി നമുക്ക് അദ്ദേഹത്തെ പ്രതീക്ഷിക്കാലോ. അദ്ദേഹം പറയുമായിരിക്കാം വേദഗ്രന്ഥത്തിന്റെ സന്ദേശം എന്താണെന്ന്. മതഗ്രന്ഥങ്ങൾ ലോകത്ത് പഠിപ്പിച്ച സന്ദേശമല്ല ബഹുഭൂരിപക്ഷം വരുന്ന മതവിശ്വാസികളും ഇന്ന് സ്വീകരിക്കുന്നത് എന്ന ഖേദകരമായ യാഥാർത്ഥ്യം നിങ്ങൾ എല്ലാവരും പരിശോധിച്ചു നോക്കൂ. വേദഗ്രന്ഥങ്ങളിൽ ഓരോന്നും നോക്കിയാണോ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതം രേഖപ്പെടുത്തിയത്? ആണോ? ഞാനൊരു ഉദാഹരണം പറയാം. ബൈബിളിൽ ലേവ്യാപുസ്തകം, അതുപോലെ ബൈബിളിൽ യോഹന്നാന്റെ, ലൂക്കോസിന്റെ, മാർക്കോസിന്റെ, അതുപോലെ രാജാക്കന്മാർക്ക് എഴുതിയ ലേഖനങ്ങളിൽ താടിയുടെ പ്രാധാന്യം പറയുന്നു. താടിയുടെ അറ്റം കത്രിക കൊണ്ട് കത്തിരിക്കരുത് എന്നുവരെ ബൈബിളിൽ വാചകമുണ്ട്. യേശുക്രിസ്തുവിന്റെ ലോകത്ത് കാണുന്ന സകല പിക്ചറുകളിലും താടിയുള്ള യേശുക്രിസ്തുവിനെ നമ്മൾ കണ്ടിട്ടുള്ളൂ. മീശയും താടിയുമില്ലാത്ത ക്ലീൻ ഷേവ് ചെയ്ത യൂറോപ്യൻ സായിപ്പിനെ പോലെ യേശുക്രിസ്തുവിന്റെ ഒരു പിക്ചർ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. എന്തുകൊണ്ട്? കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യൽ പുരാണത്തിൽ ലിംഗഛേദശിഖാഹീന എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ മുസ്ലിമീങ്ങൾ ചേലാകർമ്മം ചെയ്യുമെന്ന് പറയും, മുസ്ലിമീങ്ങൾ താടി നീട്ടുമെന്ന് പറയും, മുസ്ലിമീങ്ങൾ മുടിവെക്കുമെന്ന് പറയുന്നു, കുടുംബ വെക്കാത്തവരാണ് അവരെന്ന് പറയുന്നു, പന്നിമാംസം ഒഴികെ മിക്ക മാംസങ്ങളും അവർ കഴിക്കുമെന്ന് പറയുന്നു, അവർ വിപ്ലവകാരികളായിരിക്കുമെന്ന് പറയുന്നു, അവർ നമസ്കാരത്തിന് വേണ്ടി ബാങ്കൊലി മുഴക്കുമെന്ന് പറയുന്നു, അവർ മുസൈലിമന്മാരെന്ന് വിളിക്കപ്പെടുമെന്ന് പറയുന്നു. കൽക്കി പുരാണത്തിൽ പ്രവാചകന്റെ വരവിനെ കുറിച്ച് സുന്ദരമായി വിശദീകരിക്കുന്നു. കുന്തബ സൂക്തത്തിലൂടെ വ്യത്യസ്തമായ കാര്യങ്ങളെ കുറിച്ച് അവിടെ വിശദീകരിക്കുന്നു. അവിടെയെല്ലാം വേദങ്ങൾ പഠിപ്പിച്ച പോലെയല്ല ലോകം. ചേലാക്രമം ചെയ്യുക, മോസസ് പ്രവാചകൻ ചേലാക്രമം ചെയ്തു എന്ന് ബൈബിൾ പറയുന്നു. അബ്രഹാം പ്രവാചകൻ ചേലാക്രമം ചെയ്തു എന്ന് ബൈബിൾ പറയുന്നു. ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തു 8-ാം നാള് പരിച്ഛേദനമേറ്റു എന്ന് ബൈബിളിൽ ഇന്നും, ഓശാനയുടെ ബൈബിളിൽ, മലയാള ബൈബിളിൽ ഇന്നും യേശുക്രിസ്തു ചേലാക്രമം ചെയ്തു എന്ന് പറയുന്നു. യേശുക്രിസ്തുവും മോസസ് പ്രവാചകനും അതുപോലെ തന്നെ അബ്രഹാം പ്രവാചകനും ചേലാക്രമം ചെയ്തുവെന്നും, ചേലാക്രമം ചെയ്യാത്തവർ ചർച്ചിൽ പ്രവേശിക്കരുത്, മസ്ജിദിൽ പ്രവേശിക്കരുത്, ആരാധനാലയത്തിൽ പ്രവേശിക്കരുത് എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തി. പക്ഷേ യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ശത്രു സെന്റ് പോൾ യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. ആ ശത്രുവായ സെന്റ് പോൾ ക്രിസ്തു മതത്തെ അട്ടിമറിച്ചപ്പോൾ ഒരു പുതിയ ആശയമുണ്ടായി. ലോകത്ത് നടന്ന അതാണ് ഒറ്റ ആശയം. സ്വാർത്ഥ താല്പര്യമുള്ള പൗരോഹിത്യം, മതമേലാളന്മാർ കൈകടത്തലുകൾക്ക് വിധേയമായി. അല്ലേ സതിസമ്പ്രദായം നിലവിൽ വന്നത്? എങ്ങനെയാ സതിസമ്പ്രദായം നിലവിൽ വന്നത്? ഒരു വേദവാക്യത്തെ, ഒരു സൂക്തത്തെ, അല്ലെങ്കിൽ ഒരു പ്രമാണത്തെ വളച്ചൊടിച്ചു, ഒരക്ഷരത്തിന് വ്യത്യാസം വരുത്തി. അറബിയിൽ ഫറജ് എന്ന് പറഞ്ഞാൽ ഗുഹ്യസ്ഥാനം എന്നാണ്, ഫജ്ർ എന്ന് പറഞ്ഞാൽ പ്രഭാതമാണ്. അക്ഷരങ്ങൾ വ്യത്യാസം വരുത്തുമ്പോൾ ആശയങ്ങൾ വ്യത്യാസപ്പെടും. ഭർത്താവ് മരിച്ചാൽ ഭാര്യക്ക് ചിതയിൽ ചാടി മരിക്കാൻ യാതൊരു നിയമവും ഹൈന്ദവ ദർശനത്തിൽ, സനാതനധർമ്മം, സ്വാമി വിവേകാനന്ദ പറഞ്ഞ അതാ. വേദാന്തി, ഹിന്ദു എന്നല്ല, വേദാന്തി, സനാതനധർമ്മം എന്നാ പറഞ്ഞത്. ആ വേദഗ്രന്ഥത്തിലും വേദത്താളുകളിലും വാചകങ്ങൾക്ക് പൗരോഹിത്യം പുതിയ പുതിയ അർത്ഥ രൂപഭാവങ്ങൾ ഉണ്ടാക്കി. അതിലേറ്റവും പ്രധാനമാണ് അഗ്രേ തദ്ഗച്ഛതി ഭവതി. അല്ലയോ ഭവതി,
ഭർത്താവ് മരിച്ചാലും നീ മുന്നോട്ട് ഗമിച്ചുകൊള്ളൂ, ജീവിച്ചുകൊള്ളൂ, നിനക്കിനിയും ജീവിക്കാം, മരിക്കേണ്ടതില്ല ചിതയിൽ ചാടി. അതെങ്ങനെ മാറ്റി? അത് മാറ്റി അഗ്രേ തദ്ഗച്ഛതി ഭവതി എന്നത് എന്താക്കി മാറ്റി? അഗ്നേ തദ്ഗച്ഛതി ഭവതി. അഗ്രേ എന്ന് പറഞ്ഞാൽ ഗമിച്ചുകൊള്ളൂ എന്നാണ്. അഗ്നേ എന്ന് പറഞ്ഞാലോ അഗ്നിയിലേക്ക് ഗമിച്ചുകൊള്ളൂ എന്നായി. മാറ്റമുണ്ടായി. മാറ്റമുണ്ടായപ്പോ ആശയം മാറി. ആശയം മാറിയപ്പോ രണ്ട് ടീമുണ്ടായി. ലോകത്ത് സംഭവിച്ച ഇതാണ്. വിശുദ്ധ ഖുർആൻ വേദഗ്രന്ഥത്തിലൂടെ പഠിപ്പിക്കുന്ന ഏറ്റവും സുന്ദരമായ ഒന്ന്, കാനന്നാസു ഉമ്മത്തം വാഹിദ. ഖുർആനിലെ 2-ാം അധ്യായം 213-ാമത്തെ വാചകം. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറ 213-ാമത്തെ വാചകം. അതിൽ പറയുന്നത് മനുഷ്യ സമൂഹം, കാനന്നാസു മനുഷ്യ സമുദായമായിരുന്നു, ഉമ്മത്തുൻ ഒരു സമുദായം, വാഹിദൻ ഏകമായ ഒറ്റ സമുദായമായിരുന്നു മനുഷ്യർ. കണ്ടോ, മുസ്ലിങ്ങൾ എന്നല്ല, പാശ്ചാത്യർ, പൗരസ്ഥർ, കറുത്തവർ, വെളുത്തവർ, ബ്രാഹ്മണർ, ക്ഷത്രിയർ, ശൂദ്രർ, വൈശ്യർ എന്നല്ല. നേരെ മറിച്ച് മനുഷ്യരൊക്കെ, മനുഷ്യ സമൂഹം മുഴുവനും ഒറ്റ സമുദായമായിരുന്നു. ഒറ്റ സമുദായം, ഒരേ ഒരു സമുദായം, അതായിരുന്നു മനുഷ്യർ. പിന്നെ അവർ ഭിന്നിച്ചു. ഖുർആൻ പറയൻ, അവർ ഭിന്നിച്ചപ്പോ തീർപ്പ് കൽപ്പിക്കാൻ, ഭിന്നതയിൽ നിന്ന് നേരത്തെ അവർ ഒന്നിച്ചിരുന്ന ഐക്യ സന്ദേശത്തിലേക്ക് അവരെ തിരിച്ചു വിളിക്കാൻ പ്രവാചകന്മാർ വന്നു. എന്തിനാ പ്രവാചകന്മാർ വന്നത്? മനുഷ്യരെ ഭിന്നിപ്പിക്കാനല്ല, പലതാണ് എന്ന് പറയാനല്ല, ഒന്നിലേക്ക് വിളിക്കാൻ, ഒരച്ഛനും അമ്മയും നിലനിന്ന തറവാട്ടിലേക്ക് തിരിച്ചു വിളിക്കാൻ, അവരുടെ വിശ്വാസത്തിലേക്ക് തിരിച്ചു വിളിക്കാൻ, അവരെ ഒന്നിപ്പിച്ച ആദർശത്തിലേക്ക് തിരിച്ചു വിളിക്കാൻ. അതേതായിരുന്നു ആദർശം? ഏതായിരുന്നു ആദർശം? എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ. വർഗീയതയല്ല, വിഭാഗീയതയല്ല, ഉച്ചനീചത്വമല്ല, അനൈക്യമല്ല, മറിച്ച് എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റിയ ഗംഭീരമായ ഒരാശയം. ആകാശവും ഭൂമിയും ഈ ആൽമരവും ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും സൃഷ്ടിച്ച ദൈവം ഏകനാകുന്നു. പലതില്ല, പലതില്ല, ഏകനാകുന്നു. അവനെ മാത്രമാണ് മനുഷ്യർ ആരാധിക്കേണ്ടത് എന്ന വേദഗ്രന്ഥത്തിന്റെ സന്ദേശം. വേദഗ്രന്ഥങ്ങളുടെ സന്ദേശം എന്നതാണ് നമ്മുടെ വിഷയം. എല്ലാ വേദങ്ങളിലൂടെ കടന്നു പോകൂ, വേദസംഹിതകളിലൂടെ കടന്നു പോകൂ. വേദങ്ങൾ ഒന്നിലധികം ദൈവത്തെ, അഥവാ ക്ലിയറായി പറയാം ഞാൻ, കല്ലും മുള്ളും മുരടും മൂർഖൻ പാമ്പും കാഞ്ഞിരക്കുട്ടിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും മാലാകമാരും ജിന്നുകളും ദേവീ ദേവന്മാരും ആരാധിക്കാൻ പറ്റുമോ? പാമ്പും പശുവും തുളസിച്ചെടിയും ആൽത്തറയും ആരാധിക്കാൻ പറ്റുമോ? ആരാധിക്കാൻ അവരെ തെരഞ്ഞെടുക്കാമോ? അവരെ ആരാധനാ കഥാപാത്രമാക്കാമോ? അവരെ ഉപാസിക്കാമോ? ഇതാണ് ചർച്ച. വേദം പറയുന്നു പാടില്ലെന്ന്. വേദം ശരിക്ക് പഠിച്ചവർ പറയുന്നു പാടില്ലെന്ന്. ഞാൻ സ്വാമിജിയെ അത്തരത്തിൽപ്പെട്ട ഒരാളായി മനസ്സിലാക്കും. ഒറ്റ പരാമർശം കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ സ്വാമിജിമാരാരും ഈ പറഞ്ഞ പോലെ മദ്യപാനം, വ്യഭിചാരം, ബിംബാരാധന, ഇത് തെറ്റാകുന്നു, ഇത് ശരിയല്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ. രാജാറാം മോഹൻ റോയ് ഹൈന്ദവ സമൂഹത്തിലെ ഏറ്റവും സമുന്നതനായ പരിഷ്കർത്താവാണ്. വില്യം ബെന്റിക് ബർബന്റെ ഭരണകാലഘട്ടത്തിൽ സതി സമ്പ്രദായം നിർത്തലാക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന സാമൂഹ്യ നവോത്ഥാന നായകന്മാരിൽ ഇന്ന് ലണ്ടനിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇനി ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു ഗ്രന്ഥം രചിച്ചു, ലൈറ്റ് ഓഫ് ട്രൂത്ത്. ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി 12, 13, 32, 515 പേജുകളിൽ ബിംബാരാധനയുടെ 16 ദൂഷ്യങ്ങൾ അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നു. ദൈവവിശ്വാസത്തെ കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യുന്നു. മഹാത്മാഗാന്ധി പോലും ഒരു ദൈവത്തെക്കുറിച്ചുള്ള ശക്തമായ ചർച്ച, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നതിൽ മഹാത്മാഗാന്ധിയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫി 1-ാം വോള്യം വളരെ കൃത്യമായി പറയുന്നു, ജൂതനും ക്രിസ്ത്യാനിയും പാഗനും ഹീത്തനും ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാകുന്നത് ഏക ദൈവത്തെ അറിയുക വഴിയാണ്. ഏക ദൈവത്തെ അറിയലാണ് യഥാർത്ഥമായ വിജ്ഞാനം. ദൈവം പലതാകുന്നു എന്നത് അറിവല്ല, അജ്ഞതയാകുന്നു എന്നാണ് അവരൊക്കെ അവിടെ എഴുതിയത്.
അവിടെയൊക്കെ അവർ പ്രചരിപ്പിച്ചത് വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ സുവ്യക്തമായി ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചതാര് എന്ന ചോദ്യം വളരെ പെർഫെക്റ്റ് ആണ്. വേദഗ്രന്ഥങ്ങളുടെ സന്ദേശത്തിൽ മുഴച്ചു നിന്ന ഒന്നാമത്തെ കാര്യം അതാണ്. ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നെല്ലാവരും അംഗീകരിക്കും. മതവിശ്വാസികളിലെ മഹാഭൂരിപക്ഷം ലോകത്തിനൊരു സൃഷ്ടാവുണ്ട്. ഞാൻ പങ്കെടുത്ത പടച്ചതമ്പുരാന്റെ അനുഗ്രഹത്താൽ പങ്കെടുത്ത എല്ലാ ക്ഷേത്ര പ്രഭാഷണങ്ങളിലും ക്രൈസ്തവരുണ്ടായിരുന്നു, ക്രൈസ്തവ പണ്ഡിതന്മാരുണ്ടായിരുന്നു, ഹൈന്ദവ പണ്ഡിതന്മാരുണ്ടായിരുന്നു, സ്വാമിജികൾ ഉണ്ടായിരുന്നു, ഫേമസ് ആയ ആളുകൾ ഉണ്ടായിരുന്നു, സിനിമാ സംവിധായകന്മാരുണ്ടായിരുന്നു, ഗായക ശിരോമണികൾ ഉണ്ടായിരുന്നു. എല്ലാവരും പ്രസംഗത്തിൽ ഒരേ സ്വരത്തിൽ എല്ലാവരും അംഗീകരിച്ചൊരു കാര്യമുണ്ട്, വ്യത്യസ്ത ദൈവമല്ല, ഒറ്റ ദൈവമേ ഉള്ളൂ. പക്ഷേ അത് പ്രഖ്യാപിക്കുമ്പോഴും ആരാധന ആർക്കാണ്? ദൈവമേകനാണെന്ന് പറയുക, ദൈവത്തെ ആരാധിക്കാതിരിക്കുക. ആകാശം സൃഷ്ടിച്ചതാരാ? ശ്രീരാമനാന്ന് പറയുന്ന ഒരു സ്വാമിജിയെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആരാണ് ആകാശം സൃഷ്ടിച്ചത്? യേശു ക്രിസ്തുവാണ് എന്ന് ക്രിസ്ത്യാനികൾ പറയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആരാണ് ഭൂമിയെ സംവിധാനിച്ചത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നൊരു മുസ്ലിമും പറയില്ല. എനിക്കങ്ങനെ തോന്നുന്നുമില്ല. പക്ഷെ സുഹൃത്തുക്കളെ, എല്ലാവരും ഒരു കാര്യം ഉച്ചൈസ്വരം പറയുന്നു. ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം. കെ പരമേശ്വരൻ പിള്ള ഹൈന്ദവ ധർമ്മ ദർശനങ്ങളെ കുറിച്ച് അഗാധമായി പഠിച്ച കെ പരമേശ്വരൻ പിള്ള ഹിന്ദുധർമ്മ പരിചയം എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം, ശ്രീരാമകൃഷ്ണമഠം, പുറനാട്ടുകര, തൃശൂർ, അതതിന്റെ മേൽവിലാസമാണ്. ആ പുസ്തകത്തിന്റെ 21-ാം അധ്യായം, ഒന്നോ വലതോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, 148-ാമത്തെ പേജ്, 3-ാമത്തെ പാരഗ്രാഫ്, 1-2 വരികൾ. അതിൽ അദ്ദേഹം പറയും, എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോട്, ആദമിന്റെ മക്കളോട്, ഒരച്ഛനമ്മമാരുടെ മക്കളാണ് നമ്മൾ. ഒരേ ദൈവത്തിന്റെ വായുവാണ് നമ്മൾ ശ്വസിച്ചത്, ഒരേ ദൈവത്തിന്റെ സൂര്യന്റെ കിരണങ്ങളാണ് നമ്മൾ ആസ്വദിച്ചത്, ഒരേ ചന്ദ്രന്റെ നിലാവലകളാണ് നാം ആസ്വദിച്ചത്. നാം എവിടെയാണ് വേർപെട്ടു പോയത്? രാമജന്മഭൂമി, ഗുജറാത്ത്, ബോംബെ, കൊണാട്ട് പ്ലേസ്, നരിമാൻ പ്ലേസ് തുടങ്ങി ഹൈദരാബാദിലും മൊറാദാബാദിലും ജാംഷഡ്പൂരിലും കലാപങ്ങളേന്തി മനുഷ്യർ തമ്മ തല്ലി, രക്തം ചിന്തി, അനൈക്യത്തിന്റെ വിത്തുകൾ പാകി. അല്ലേ? എത്രയെത്ര രാജ്യങ്ങൾ തമ്മിലാണ് തീവ്രവാദ ചാപ്പകുത്തി ദുരന്തങ്ങൾ വിതച്ചുകൊണ്ട് കടന്നു പോകുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ഗൗരവമായ ഒരു ഐക്യത്തിന്റെ പഠനം, യഥാർത്ഥമായ സത്യത്തിലേക്കുള്ള ഒരു യാത്ര അനിവാര്യമാണ്. ഓം അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതംഗമയ, ഓം ശാന്തി ശാന്തി ശാന്തി. ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം. വിശ്വവിജ്ഞാന കോശവും സംസ്കൃത നിഘണ്ടുവും ഓം എന്നതിന് നൽകിയത് ഈ അർത്ഥമാണ്. ലോകത്തിന്റെ സൃഷ്ടാവ്, അസതോമ സദ്ഗമയ. ബാലന്റെ പ്രാർത്ഥന, സുരേന്ദ്രന്റെ പ്രാർത്ഥന, ദേവദാസന്റെ പ്രാർത്ഥന, അല്ലേ, സ്വാമിജികളുടെ പ്രാർത്ഥന, ഓരോരുത്തരുടെയും മനസ്സിലെ പ്രാർത്ഥന എന്താ? അത് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എത്തേണ്ടമേ. അസത്യം എന്താണ്? സത്യം എന്താണ്? സത്യം ആരാണ് പഠിപ്പിച്ചു തന്നത്? നേരത്തെ ബഹുമാനനായ ഉദ്ഘാടകൻ നോക്കിയ ഫോണിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു ഫോണിന്റെ കമ്പനി ആ ഫോൺ നിർമ്മിച്ച് അതിനൊരു ഒരു കാറ്റലോഗ്, അതനുസരിച്ച് അതിനെ പ്രവർത്തിപ്പിക്കണം. ലോകത്തിന്റെ സൃഷ്ടാവ് മനുഷ്യന് കൃത്യമായി നൽകിയ മാർഗദർശനമാണ് വേദങ്ങളിൽ. മനുഷ്യരുടെ കൈകടത്തലുകൾ ഉണ്ടായി. കൈകടത്തിയ വാചകങ്ങൾ നമുക്കറിയാം, കൈകടത്താത്ത ദൈവിക വാചകങ്ങൾ നമുക്കറിയാം. കൈകടത്തലുകൾ ഇല്ലാതെ ഒടുവിൽ അവതരിപ്പിച്ച ദൈവിക ഗ്രന്ഥം നിങ്ങൾക്ക് പരിശോധിക്കാം. ഒടുവിലത്തെ ഗ്രന്ഥം മോഡറേറ്റർ, ലോകത്തിന്റെ ചരിത്രത്തിൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ ലോകത്തിന്റെ ഗ്രന്ഥം, മാനവതയെ യാ അയ്യുഹൻ നാസ്, യാ അയ്യുഹൻ നാസ് എന്ന് പലതവണ വിളിച്ച ഗ്രന്ഥം. ഖുർആനിന്റെ 2-ാം അധ്യായം 21-ാമത്തെ വചനം, ഖുർആനിന്റെ 2-ാം അധ്യായം 168-ാമത്തെ വചനം, ഖുർആനിന്റെ 2-ാം അധ്യായം 213-ാമത്തെ വചനം, ഖുർആനിന്റെ 7-ാം അധ്യായം 158-ാമത്തെ വചനം, ഖുർആനിന്റെ 22-ാം അധ്യായം 1, 3, 5, 7, 9, 11, 73 വചനങ്ങൾ, ഖുർആനിലെ 82-ാം അധ്യായം 5, 6, 7 വചനങ്ങൾ, ഖുർആന്റെ 84-ാം അധ്യായം 6-ാമത്തെ വചനം, ഖുർആനിലെ 49-ാം അധ്യായം 13-ാമത്തെ വചനം, ഖുർആനിലെ 85-ാം അധ്യായം 5, 6, 7 വചനങ്ങൾ. എല്ലാറ്റിലും വിളിച്ചത് യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അല്ലയോ മനുഷ്യരെ. മനുഷ്യരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച ഖുർആൻ പാർശ്വാലിറ്റി ഇല്ല, വർഗീയതയില്ല, ദേശീയതയില്ല, ഗോത്ര മഹിമകൾ പറഞ്ഞില്ല. മറിച്ച് മനുഷ്യന്റെ മഹത്വം,
മനുഷ്യന്റെ പ്രത്യേകത, ജീവജാലങ്ങളിൽ നിന്നൊക്കെ മനുഷ്യനുള്ള വ്യതിരിക്തതകൾ, മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവി, ആ മനുഷ്യനെ ലോകത്ത് മരണത്തോടുകൂടി അവസാനിക്കാത്ത ഒരു ജീവിതത്തിലേക്ക് മതം മനുഷ്യരെ വിളിക്കുകയാണ്. അതിലേറ്റവും പ്രധാനമായ ഒരു പോയിന്റാണ് തുടക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആരെയാണ് ആരാധിക്കേണ്ടത്? ആരെയാണ് ആരാധിക്കേണ്ടത്? കെ പരമേശ്വരൻ പിള്ള പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞില്ല, കേട്ടോളൂ. കെ പരമേശ്വരൻ പിള്ള ഹിന്ദുധർമ്മ പരിചയം, അത്യാവശ്യം ഇത്ര കട്ടിയുള്ള നല്ലൊരു പുസ്തകമാണ്. കെ പരമേശ്വരൻ പിള്ളയെ കേരളം വളരെയേറെ ആദരിക്കുന്നു. വിദ്യാവാചാസ്പതി വി പനോളിയുടെ വാത്മീകിയുടെ രാമനും നിങ്ങൾ വായിക്കേണ്ടതാണ്. അതുപോലെ ഇന്ത്യയിലെ ദർശനങ്ങളെ കുറിച്ചുള്ള പി പരമേശ്വരൻ എഴുതിയ, വിചാര കേന്ദ്രം ഡയറക്ടർ എഴുതിയ പുസ്തകങ്ങൾ, ഡോക്ടർ രാധാകൃഷ്ണന്റെ ഇന്ത്യൻ ഫിലോസഫി, സ്വാമി വിവേകാനന്ദന്റെ വിവേകാനന്ദ സാഹിത്യ സർവസ്വം 8 വോള്യങ്ങൾ വായിക്കാനും പഠിക്കാനും ഹൈന്ദവർ തയ്യാറായാൽ വരെ അവർക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ചില ഭാഗങ്ങളുണ്ട്. അച്ഛനമ്മമാരുടെ മുഖത്തു നിന്ന് ആദരിച്ചും അവരാരാധിച്ചും കണ്ടതിനപ്പുറത്ത് വേദഗ്രന്ഥങ്ങൾ എന്ത് പറയുന്നു എന്ന് പഠിക്കാൻ കെ പരമേശ്വരൻ പിള്ള പറഞ്ഞു. ഹിന്ദുധർമ്മ പരിചയം 21-ാം അധ്യായം, 1 പലതോ 148-ാമത്തെ പേജ്, 3-ാമത്തെ പാരഗ്രാഫ്, 1-2 വരി. അതിൽ കെ പരമേശ്വരൻ പിള്ള പറയാണ്, എന്താ പറയുന്നറിയോ? ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല. ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല. ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ പോലും ദേവിക്ക് സാക്ഷാൽ ഈശ്വരനിൽ നിന്ന് ശക്തി ലഭിക്കണം, കഴിവ് ലഭിക്കണം എന്നാണ് കെ പരമേശ്വരൻ പിള്ള പറയുന്നത്. മുസ്ലിം സമുദായത്തിൽ മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി, റിഫായി ഷെയ്ഖ്, മമ്പറന്തങ്ങൾ, ഉള്ളാളന്തങ്ങൾ, അതുപോലെ ഭീമ ഉമ്മിച്ച, ഇവരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് മുസ്ലിങ്ങൾ. അതിനവര് പറയുന്ന കാരണം എന്താ? ദൈവം കൊടുത്ത കഴിവിൽ നിന്ന്. കെ പരമേശ്വരൻ പിള്ള പറയുന്നു അതാണ്. മക്കയിൽ അബൂജഹൽ പറഞ്ഞ വാചകമോ? ഇല്ല ശരീക്കൻ ഹുവ ലക ചംലികു ഹുവ മമലക. കിതാബുൽ ഹജ്ജ്, സഹീഹ് മുസ്ലിം. ആ മക്ക മുശ്രിക്കുകളുടെ തൽബിയത്ത് വളരെ വ്യക്തമാണ്. 3 തെളിവുകൾ ഞാൻ പറഞ്ഞു, 3 പ്രബല ചിന്തകൾ ഞാൻ പറഞ്ഞു. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കെ പരമേശ്വരൻ പിള്ള പറഞ്ഞ യാഥാർത്ഥ്യം, ഒരു ദേവിക്ക് പോലും ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ സാക്ഷാൽ ഈശ്വരൻ കഴിവ് കൊടുക്കണം. ശരി, ഒരു ദേവിക്ക് ദൈവം ഇപ്പോൾ കഴിവ് കൊടുത്തിരിക്കുന്നു എന്ന് മാധവനോട് ആര് പറഞ്ഞു? ഞാൻ വിളിക്കുന്ന ഗുരുവായൂരപ്പന്, ഞാൻ വിളിക്കുന്ന ഇന്ന ദേവന് ഈശ്വരൻ എനിക്ക് കുട്ടിയെ തരാൻ ഇപ്പോൾ കഴിവ് കൊടുത്തിരിക്കുന്നു എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? മൊയ്തീൻ ശൈഖിനെ ഞാൻ ഇപ്പോൾ വിളിച്ചാൽ എന്റെ നഷ്ടപ്പെട്ട കുട്ടിയെ അദ്ദേഹത്തിന് തിരിച്ചു തരാൻ കഴിയും. അക്കഴിവ് മൊയ്തീൻ ശൈഖിന് ദൈവം ഇപ്പോൾ കൊടുത്തിരിക്കുന്നു എന്ന് അയാളോട് ആര് പറഞ്ഞു? അപ്പൊ അയാളാണോ ദൈവം? മൊയ്തീൻ ശൈഖാണോ? ആരാണ്? ആർക്കാണ് ആ കഴിവ് കൊടുത്തത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ പോലും സാക്ഷാൽ ഈശ്വരൻ കഴിവ് കൊടുക്കണമെങ്കിൽ ആ ഈശ്വരനോട് ചോദിച്ചാ പോരെ? ആ ദൈവത്തോട് ചോദിച്ചാ പോരെ? ആ ദൈവത്തെ ആരാധിച്ചാ പോരെ? മാധവേട്ട, ഒന്നിലധികം ദൈവമുണ്ടോ? ആരാ കുട്ടി നിന്നോട് അങ്ങനെ പറഞ്ഞു? ഇല്ല, ഇല്ല, ഒറ്റ ദൈവമേ ഉള്ളൂ. ശരി, ആ ദൈവത്തെ ആരാധിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ? ലോകം തകരുമോ? തകരുന്ന ഒന്നുണ്ട്, പൗരോഹിത്യത്തിന്റെ ജീവിതം. അത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. രാമനും കൃഷ്ണനും മുഹമ്മദ് നബിയും ദൈവമല്ല. അവരെയല്ല ആരാധിക്കേണ്ടത്. അവരെ സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥനെയാണെന്ന് പറഞ്ഞാൽ അത് വർഗീയതയാണോ? വിഭാഗീയതയാണോ? അല്ല, എന്നും രാമനും കൃഷ്ണനും മുഹമ്മദ് നബിയും തമ്മിൽ കൊണ്ടു പറയുന്ന പേരാണോ മാനവ മൈത്രി സമ്മേളനം എന്ന്? അല്ല എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ലോകത്തിന്റെ സൃഷ്ടാവിനെ, ലോകം പരിചയപ്പെടുത്തിയ, വേദം പരിചയപ്പെടുത്തിയ ലോകത്തിന്റെ സൃഷ്ടാവിനെ ആരാധിക്കണമെന്നാണ്. ഇപ്പോ സ്വാമി ദയാനന്ദ സരസ്വതി ആര്യസമാജത്തിന്റെ സ്ഥാപകനാണ്. അദ്ദേഹത്തോട് 2 ചോദ്യങ്ങൾ ചോദിച്ചു. ലൈറ്റ് ഓഫ് ട്രൂത്തിൽ, സത്യാർത്ഥ പ്രകാശത്തിൽ 246, 247 പേജിൽ അദ്ദേഹം ആ ചോദ്യം ഉന്നയിച്ചു. അതിന് അദ്ദേഹത്തിന്റെ മറുപടിയും. 2 ചോദ്യം. എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ, ആ 2 ചോദ്യം ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 2 ചോദ്യങ്ങളിൽ ഒരു ചോദ്യം ഇതാണ്: വേദങ്ങളിൽ അനേകം ഈശ്വരന്മാരുണ്ട്. സ്വാമി ദയാനന്ദ സരസ്വതിയോട് ഒന്നാമത്തെ ചോദ്യം എന്താ? ചോദ്യം, വേദങ്ങളിൽ അനേകം ഈശ്വരന്മാരുണ്ട്, ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുവോ ഇല്ലയോ? അനേക ഈശ്വരന്മാരുണ്ട് എന്നത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ?
സ്വാമിജിയുടെ മറുപടി ഇതൊരു മുസ്ലിമിന്റെ മറുപടിയല്ല, ഒരു ക്രിസ്ത്യാനിയുടെ മറുപടിയല്ല, ഒരു ഹൈന്ദവ പണ്ഡിതന്റെ മറുപടി അംഗീകരിക്കുന്നില്ല. ഒന്നിലധികം ഈശ്വരന്മാർ വേദത്തിലുണ്ട് എന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല. 4 വേദങ്ങളിൽ ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല. 4 വേദത്തിൽ ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു ഈശ്വരനെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഒറ്റ ഈശ്വരനെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുമുണ്ട്. കണ്ടോ? ചോദ്യം എന്താണ്? വേദങ്ങളിൽ അനേക ഈശ്വരന്മാരുണ്ട് എന്നതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു ഈശ്വരൻ, അനേക ദൈവങ്ങളില്ല, ഒറ്റ ഈശ്വരനെ ഉള്ളൂ. ചതുർവേദത്തിൽ ഒരിടത്തും, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ചതുർവേദം, അതിലൊരിടത്ത് പോലും ഏകദൈവത്തെ കുറിച്ചല്ലാതെ ഒന്നിലധികം ദൈവങ്ങളെ കുറിച്ച് പരാമർശമില്ല എന്ന് ഞാനല്ല പറയുന്നത്, ഇത് സംഘടിപ്പിച്ചവരല്ല പറയുന്നത്, സ്വാമി ദയാനന്ദ സരസ്വതിയാണ് പറയുന്നത്. ഉറങ്ങുമ്പോ കിടന്ന് ചിന്തിക്കണം. ഇന്ന് രാത്രി കിടന്ന് മാധവൻ ആലോചിക്കണം, സുബ്രഹ്മണ്യൻ ആലോചിക്കണം, അല്ലേ? ഇനിയോ മഹാനിർവഹണ സ്തോത്രം എന്ന് പറഞ്ഞിട്ടൊരു സ്തോത്രമുണ്ട്. അതെങ്ങനെയാ തുടങ്ങണത്? അതിലെ വാചകങ്ങൾ എന്താണ്? ചിലതൊക്കെ നമുക്ക് പരിശോധിക്കാം. ത്വമേകം ശരണ്യം, ത്വമേകം വരണ്യം, ത്വമേകം ജഗത് കാരണം വിശ്വരൂപം, ത്വമേകം ജഗത് കർത്തൃ പാതൃപ്രകൃതൃ, ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം എന്നാണ് തുടക്കം. ത്വമേകം ശരണ്യം, ത്വമേകം വരണ്യം, ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. എന്റെ പ്രാർത്ഥനകൾ അഖിലവും ഏകനായ ദൈവമേ നിന്നോടാണ്. എന്റെ വഴിപാടുകൾ, എന്റെ അർച്ചനകൾ, എന്റെ നേർച്ച വഴിപാടുകൾ ഏകനായ ദൈവമേ നിന്നോട് മാത്രമാണ്. നീ ആരാണ്? ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. ഞാൻ ആരാധിക്കുന്ന ഏകനായ നീ ആരാണ്? ലോകത്തിന്റെ സൃഷ്ടാവാണ്. ഓം സദേ സമസ്തേ സർവലോകാശ്രയായ, ഓം സദേ സമസ്തേ സർവലോകാശ്രയായ, സർവലോകങ്ങൾക്കും സർവഭൂഖണ്ഡങ്ങൾക്കും സർവചരാചരങ്ങൾക്കും ആരാധിക്കാൻ പറ്റിയ ഈശ്വരൻ അല്ലേ? അതാണ് ഇവിടെ സ്വാമിജി പോലും സർവേശ്വരായ നമഃ, സർവേശ്വരൻ, സർവലോകത്തിന്റെയും ഈശ്വരൻ, അവനെ നമിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ലോകത്തിന്റെ അതീശാധികാരി, സർവശക്തൻ, അവനെയാണ് ആരാധിക്കേണ്ടത് എന്ന് മഹാനിർവഹണ സ്തോത്രത്തിൽ പറയും. ശമ്മ ഇസ്രായേല അഡോണയ ലോഹിൻ അഡോണയ, ശമ്മ ഇസ്രായേല. ഹീബ്രു ഭാഷയിൽ പറയും, അല്ലയോ ഇസ്രായേൽ സമൂഹമേ, നമ്മുടെ ദൈവം ഏകനാണ്, നമ്മുടെ സമൂഹം ഏകമാണ്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ ഫഅന റബ്ബുക്കും ഫത്തഖൂൻ ഫഅന റബ്ബുക്കും ഫഅബ്ദൂൻ. വ്യത്യസ്ത രൂപത്തിൽ ഖുർആൻ പറഞ്ഞു. അവിടെ പറയുന്നത്, മനുഷ്യരെ നിങ്ങൾ തമ്മിൽ തല്ലേണ്ടവരല്ല, വ്യത്യസ്ത ഗോത്രവർഗങ്ങളായി തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഒരച്ഛന്റെ അമ്മയുടെ മക്കളാ നിങ്ങൾ. നിങ്ങളിൽ ബ്രാഹ്മണനില്ല, നിങ്ങളിൽ ക്ഷത്രിയനില്ല, നിങ്ങളിൽ ശൂദ്രനില്ല, നിങ്ങൾ വൈശ്യനില്ല, നിങ്ങളിൽ പറയനില്ല, നിങ്ങളിൽ ചണ്ടാളനില്ല. നിങ്ങളുടെ തൊലിയുടെ കറുപ്പും വെളുപ്പും പടച്ചവൻ തീരുമാനിച്ചതാണ്. ഖുർആന്റെ 82-ാം അധ്യായം 6, 7, 8 വചനങ്ങൾ. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗുർറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റകബക. അല്ലയോ മനുഷ്യരെ, ഔദാര്യവാനായ നിങ്ങളുടെ രക്ഷകന്റെ കാര്യത്തിൽ, ലോക സൃഷ്ടാവിന്റെ കാര്യത്തിൽ നിങ്ങളെ മറപ്പിച്ച ഘടകം എന്താണ്? അല്ലയോ മനുഷ്യരെ, ഔദാര്യവാനായ ദൈവത്തെ എന്തേ നിങ്ങൾ കണ്ടെത്താതിരുന്നത്? അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അവനാണ് നിങ്ങളുടെ ശരീരഘടന രൂപപ്പെടുത്തിയത്, അവനാണ് നിങ്ങൾക്ക് നിറം നൽകിയത്. അതുകൊണ്ട് അതിന്റെ പേരിൽ ആക്ഷേപമുണ്ടാകരുത്. ഈശ്വരനാണ് ഹൈറ്റും വെയിറ്റും നൽകിയത്, ഈശ്വരനാണ് കറുപ്പും വെളുപ്പും നൽകിയത്, ഈശ്വരനാണ് ചുമപ്പും എല്ലാം സമ്മിശ്രമായി നൽകിയത്. അതുകൊണ്ട് അത് പടച്ച തമ്പുരാനാണ് ചെയ്യുന്നത്. അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ തല്ലരുത്, ആക്ഷേപിക്കരുത്, ആരോപണങ്ങൾ ഉന്നയിക്കരുത്, ജാതി പറഞ്ഞ് ജാതി പേര് വിളിച്ച് പരിഹസിക്കരുത് എന്ന് ലോകത്തെ പഠിപ്പിച്ചു മതം. അവിടെയാണ് നമ്മൾ ചില പോയിന്റുകളിലേക്ക് എത്തുന്നത്. സ്വാമിജിയോട്, സ്വാമി ദയാനന്ദ സരസ്വതിയോട് രണ്ടാമതൊരു ചോദ്യം ചോദിച്ചു. 2 ചോദ്യങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു. എന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഭാഗമാണ് ഞാൻ പറയും. വായനക്കിടയിൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന ചില പോയിന്റുകൾ ഉണ്ടാവും. അതിലൊന്ന് അതാണ്. രണ്ടാമത്തേതാകട്ടെ, വേദങ്ങളിൽ, ചതുർവേദങ്ങളിൽ അനേകം ദേവതകളെ പറ്റി പറഞ്ഞിട്ടുള്ളതിന്റെ താല്പര്യം എന്താണ്? ഇപ്പൊ ഖുർആനിൽ
മാലാകമാരെ പറ്റി പറയും, ജിന്ന് വർഗത്തെ പറ്റി പറയും, അമ്പിയാക്കളെ പറ്റി പറയും. ഇവരെ ആരാധിക്കാമോ? മുസ്ലിങ്ങളിൽ ഒരു വിഭാഗത്തിന്, ഷിയ സുന്നി വിഭാഗത്തിന് സംഭവിച്ചത് ഇതാണ്. കേരളത്തിലെ ഈ മുസ്ലിങ്ങൾക്കിടയിലെ നാട്ടുകല്ല്, ഒരു വലിയ കരിങ്കല്ല്, ഹൈന്ദവർ പോലും കരിങ്കല്ലിനെ ആരാധിക്കുന്നില്ല. കരിങ്കല്ലിൽ ഒരു രൂപം ഉണ്ടാവും, അതൊരു മഹാനുമായി ബന്ധപ്പെട്ടതാണ്. നാട്ടുകല്ലിലോ കല്ലിലൊന്നുമില്ല, വെറും ഒരു കരിങ്കല്ല്. നല്ല ഹാമർ ഉപയോഗിച്ച് ചുറ്റിക വെച്ചടിച്ചാൽ ഉടയുന്ന കല്ല് അല്ലേ, അല്ലേ? ആ കല്ലിനെ ആരാധിക്കുന്നു. ഇത് ഇസ്ലാം പറഞ്ഞതല്ല, ഇസ്ലാം വിലക്കിയതാണ്. ആൽമരത്തിന്റെ വേരിനെ ആരാധിക്കുന്നു മുസ്ലിങ്ങൾ. നിങ്ങൾക്ക് എന്ത് കേൾക്കണം? ആൽമരത്തിന്റെ വേരിനെ ആരാധിക്കുന്നു മുസ്ലിം സമുദായത്തിലൊരു വിഭാഗം ആളുകൾ. ലോകത്തെ സകല മതസമൂഹങ്ങൾക്ക് സംഭവിച്ച ഒന്നാമത്തെ ദൈവത്തോടുള്ള നന്ദികേട്. ദൈവത്തിന്റെ വായു ശ്വസിച്ചു, ദൈവത്തിന്റെ വെള്ളം കുടിച്ചു, ദൈവം നൽകിയ കണ്ണുകൊണ്ട് കണ്ടു, ദൈവം നൽകിയ കാതുകൊണ്ട് കേട്ടു, ദൈവം നൽകിയ ഹൃദയം കൊണ്ട് മനനം ചെയ്തു. സെറിബെല്ലം എല്ലാം ദൈവം നൽകി. എന്നാൽ ആ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ദൈവത്തിന്റെ സൃഷ്ടികളെ അവരാരാധിച്ചു. ലോകത്ത് സംഭവിച്ച അനൈക്യത്തിന്റെ ഒന്നാമത്തെ ഭാഗം അതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് സ്വാമിജിയോടുള്ള രണ്ടാമത്തെ ചോദ്യം ഇതിനോട് ആഡ് ചെയ്ത് വേണം മനസ്സിലാക്കാൻ. വേദങ്ങളിൽ അനേകം ദേവതകളെ പറ്റി പറഞ്ഞിട്ടുള്ളതിന്റെ താല്പര്യം എന്താണ്? എന്താണ് എന്താണ് ആ താല്പര്യം? എന്താണ് ഉത്തരം? പൃഥ്വിയു മുതലായവക്ക് ഗുണങ്ങളുള്ളത് കൊണ്ട് ദേവതകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവ ഈശ്വരനാണെന്നോ ഉപാസനായോഗ്യമാണെന്നോ അംഗീകരിച്ചിട്ടില്ല. ഒരു ദേവനെയും ഒരു ദേവിയെയും ഉപാസന ആരാധനാഭാവത്തോടെ, ഉപാസനാകാന്ഡം, കർമ്മകാന്ഡം, വിജ്ഞാനകാന്ഡം മൂന്നായി പകത്ത് പഠനമുണ്ട് ഹൈന്ദവ വേദ ശ്രുതികളിൽ, സ്മൃതികളിൽ. ശ്രുതിയും സ്മൃതിയും രണ്ടായി പകത്തിട്ടുള്ളതാണ്. എന്താണ് ശ്രുതി, എന്താണ് സ്മൃതി? ശ്രുതി എന്ന് പറഞ്ഞാൽ ശ്രവിക്കപ്പെട്ടത്, ദൈവത്തിങ്കൽ നിന്നും ആലാക മുഖാന്തരം ശ്രവിക്കപ്പെട്ടത്. സ്മൃതി എന്ന് പറഞ്ഞാൽ ആചാര്യന്മാരുടെ സ്മൃതിപഥങ്ങളിൽ നിന്ന് മാനവ സമൂഹത്തിന് പകർന്നു കൊടുത്ത നല്ല ആശയങ്ങളുടെ ആകത്തുക എന്നാണ് പണ്ഡിത ലോകം, വേദ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. വേദങ്ങളെ കുറിച്ചും ഏതൊക്കെ വേദം എന്ന പഠനമല്ലല്ലോ ഇവിടെ, മറിച്ച് വേദങ്ങളിൽ പൊതുവായി കാണുന്ന ഏറ്റവും മൗലികമായ സന്ദേശമേത്? അതിലെ പ്രബലമായ 3 സന്ദേശമാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ വിചാരിക്കുന്നത്. അതിൽ ആദ്യ സന്ദേശമാണ് പറയുന്നത്, വേദങ്ങളിൽ അനേകം ദേവതകളെ പറ്റി പറഞ്ഞിട്ടുള്ള താല്പര്യം എന്താണ്? അത് അദ്ദേഹം പറഞ്ഞു. ഇനി നോക്കൂ, ഈ മന്ത്രത്തിൽ തന്നെ ഏതൊരുവനിൽ സകല ദേവതകളും സ്ഥിതി ചെയ്യുന്നുവോ അവയത്രേ അറിയേണ്ടതും ഉപാസിക്കേണ്ടതും. സകല ദേവീദേവന്മാരുടെ പരമാരാധ്യൻ അതാണ്. ത്വമേശ്വരാണം പരമം മഹേശ്വര തം ദേവതാനാം പരമം ച ദൈവതം. കണ്ടോ? പദീം പദീന പരമം പരസ്താദ് വിധാമദേവം ഭുവനേശ്വമേഡ്യം. ശ്വേതോപനിഷത്തിലെ 12ാമത്തെ ശ്ലോകമാണ്. എന്തെങ്കിലും പറഞ്ഞേ, നിങ്ങൾ ആരാധിക്കുന്നവരുടെ ഒക്കെ പരമാരാധ്യൻ, നിങ്ങൾ വിളിക്കുന്ന ദേവന്മാരുടെയും ദേവിമാരുടെയും പരമദേവൻ, പരമേശ്വരൻ, മഹേശ്വരൻ, ആ മഹേശ്വരനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് വേദഗ്രന്ഥം ചെയ്യുന്നത്. മലക്കുകളെയല്ല, ജിന്നുകളെയല്ല, അമ്പിയാക്കളെയല്ല, മഹാന്മാരെയല്ല, ബീവിമാരെയല്ല, മറിച്ച് ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്, സൃഷ്ടികളെയല്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് പറയാണ് ഉപാസിക്കേണ്ടതും. ദേവനെന്ന് കേട്ടാൽ, അടുത്ത വാചകം കേട്ടോളൂ, ഈ മന്ത്രത്തിൽ തന്നെ ഏതൊരുവനിൽ സകല ദേവതകളും സ്ഥിതി ചെയ്യുന്നുവോ അവനെ എത്രേ അറിയേണ്ടതും ഉപാസിക്കേണ്ടതും. ദേവനെന്ന് കേട്ടാൽ ഈശ്വരൻ എന്ന് ഗ്രഹിക്കുന്നത് തെറ്റാണ്. മലക്കുകളെന്ന് കേൾക്കുമ്പോൾ അവരെ ആരാധിക്കണം എന്ന് തോന്നുന്നുണ്ടല്ലോ ആളുകൾക്ക്. അങ്ങനെ ഉണ്ടായിരുന്നു ഒരു സമൂഹം പ്രവാചകന്റെ കാലഘട്ടത്തിൽ. ജിന്ന് വർഗത്തെ ആരാധിച്ചവരുണ്ടായിരുന്നു, അവരെ വിളിച്ചു പ്രാർത്ഥിച്ചവരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഗർവ് വർദ്ധിച്ചിരുന്നു എന്നൊക്കെ വേദഗ്രന്ഥങ്ങൾ മനുഷ്യരെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെയാണ് ഇവിടെ നിങ്ങൾ നോക്കൂ, സകല ദേവന്മാരുടെയും കൂടി ദേവനായ സർവേശ്വരനെ മഹാദേവൻ എന്നാണ് പറയുന്നത്. ഇനി പറയാൻ ഈശ്വരൻ എന്ന് പറഞ്ഞ ആരാണ്? സകല ലോകങ്ങളുടെയും ഒരു പഞ്ചായത്തിന്റെ അല്ല, ഒരു ഗ്രാമത്തിന്റെ അല്ല. ഇപ്പൊ ഗുരുവായൂർ, പിശാരിക്കാവിലമ്മ, ഉള്ളാളം, ഭീമാ ഉമ്മിച്ച എന്നൊക്കെ പറയും, മുനമ്പത്ത് ബീവി എന്നൊക്കെ പറയും. അതൊരു പ്രദേശവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു പ്രദേശം, ഒരു ഗോത്രം, ഒരു സമൂഹം. ഇവിടെ പറയുന്ന അതല്ല. സകല ലോകങ്ങളുടെയും സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തുന്നവനും ന്യായാധീശനും എല്ലാ നീതിയുടെയും
കാവലാളും എല്ലാ നീതിയുടെ സംരക്ഷകനും എല്ലാം അടിസ്ഥാനപരമായി നീതിയോടുകൂടി നോക്കിക്കാണുന്നവനും അധിപതിയും അദ്ദേഹം തന്നെ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതികളും സർവലോകങ്ങളുടെയും അധീശാധികാരിക്കാകുന്നു. അവൻ ആരാ? മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണവൻ. വിചാരണ നാളിന്റെ, മനുഷ്യൻ ചെയ്ത നന്മകളുടെയും തിന്മകളുടെയും വിചാരണാ നാളിന്റെ ഉടമസ്ഥനാണവൻ എന്നാ അവിടെ പറയും. അപ്പൊ വേദങ്ങളിൽ എന്തേ ഉള്ളൂ? നിങ്ങൾ നോക്ക്, അഥർവവേദം 13-ാം അധ്യായം 5-ാം പർവം 14 മുതൽ 20 വരെയുള്ള വചനം. അഥർവവേദം 13-ാം അധ്യായം 5-ാമത്തെ പർവം 20-21 വചനങ്ങൾ. ആ വചനങ്ങളിലെല്ലാം പറയുന്നത് എന്താ? നമുക്ക് പരിശോധിക്കാം. ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം. വേദഗ്രന്ഥങ്ങളിൽ എന്താണുള്ളത്, വേദഗ്രന്ഥത്തിൽ എന്തില്ല, വേദഗ്രന്ഥങ്ങളിലൂടെ പഠിക്കേണ്ടത് എന്താണ്, വേദഗ്രന്ഥത്തിലൂടെ മനസ്സിലാക്കേണ്ടത് എന്താണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ ബാലനും മുഹമ്മദും ഒന്നായി. നേരത്തെ ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൂതനും പാഗനും ഹീത്തനും ഒന്നായി ചേരും. ദൈവമേകനാണ് എന്ന് മനസ്സിലാക്കുന്നതോടെ ദൈവമേകനാണെന്നും ലോകമേകമാണെന്നും മനുഷ്യരൊന്നാണെന്നും അവരുടെ മാതാപിതാക്കൾ ഒന്നാണെന്നും അതുകൊണ്ട് തന്നെ ദൈവം അവതരിപ്പിച്ച മതമേകമാണെന്നും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന കാര്യം അവന് ബോധ്യപ്പെടുമെന്നും വേദഗ്രന്ഥം നമ്മെ അറിയിക്കുന്നു. ഞാൻ പറഞ്ഞുവല്ലോ, അഥർവവേദം 13-ാം അധ്യായം 5-ാം പർവം 20-21 വചനം ഒന്ന് നോക്കൂ. അവിടെ പറയാൻ ഏകനായ അവൻ ഏകനായി തന്നെ എന്നെന്നും നിലനിൽക്കുന്നവനാണെന്ന് നീ വിശ്വസിക്കുക. നീ എന്താ വിശ്വസിക്കേണ്ടത്? ദൈവം പലതുണ്ട് എന്നല്ല. ഏകനായ ദൈവം ഏത് കാലഘട്ടത്തിലും അവൻ ഏകൻ തന്നെയാണ്. അല്ലാതെ ഒരു കാലഘട്ടത്തിൽ ദൈവം രണ്ട്, പിതാവ് പരിശുദ്ധാത്മാവ്, മറ്റൊരു കാലഘട്ടത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്ന്. യേശുക്രിസ്തു കുരിശിലേറുന്ന വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള ആ ദിവസങ്ങളിൽ വീണ്ടും ദൈവം 3-ൽ നിന്ന് 2-ലേക്ക്, പിതാവ് പരിശുദ്ധാത്മാവ്. അങ്ങനെയല്ല, ദൈവം ഏകനായി എന്നും തുടരുന്നു. അവന് എന്നിട്ട് പറയാൻ അടുത്ത വാചകം രണ്ടാമതൊരു ദൈവം ഇല്ല തന്നെ അഥർവവേദത്തിൽ പറയുന്നതാണ്. അഥർവവേദത്തിൽ പറയുന്നതാണ്. നാം എന്ത് വിശ്വസിക്കണം? കുൽ, പറയുക പ്രവാചക, ഹുവല്ലാഹു അഹദ്, അല്ല ഏകനാണ്, ഏകനാണ് അവൻ. അല്ലാഹു അസ്സമദ്, അവൻ അസ്സമദാണ്. അതായത് അവൻ ആരുടെയും ആശ്രയമില്ല, എല്ലാം അവനെ ആശ്രയിച്ചു നിൽക്കുന്നു. ബൈബിളിൽ യോഹന്നാൻ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം, മാർക്കോസിന്റെ സുവിശേഷം, ഇതിലെല്ലാം വായിക്കേണ്ട പ്രധാനമായ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവം യേശുക്രിസ്തു. ഒന്ന്, യേശുക്രിസ്തു കന്യാമറിയമിന്റെ മുല കുടിക്കുന്നു. യേശുക്രിസ്തു ഈസാ അലൈഹിസ്സലാം കന്യാമറിയമിന്റെ മുല കുടിക്കുന്നു. ഞാൻ വളരെ ശ്രീകൃഷ്ണൻ മുല കുടിക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുല കുടിക്കുന്നു. ഇതെന്തിനെ സൂചിപ്പിക്കുന്നു? ഈ 3 വ്യക്തിത്വങ്ങളിലെ ദൈവികത്തെയോ ഈ 3 വ്യക്തിത്വങ്ങളിലെ മനുഷ്യത്വത്തെയോ? ഒരു മാതാവിന്റെ മാറിടത്തെ ആശ്രയിക്കേണ്ടവരെ ഒരു കുഞ്ഞിന് ആ അമ്മിഞ്ഞപ്പാല് നുകർന്നിട്ടില്ലെങ്കിൽ അവൻ കരയേണ്ടി വരിക. അതെന്തിനെ കുറിക്കുന്നു? സർവശക്തനായ ദൈവത്തെ കുറിക്കുന്നുവോ അല്ല ബലഹീനനായ മനുഷ്യനെ കുറിക്കുന്നുവോ? വിദ്യാവാചാസ്പതി വി പനോളി വാൽമീകിയുടെ രാമൻ എന്നൊരു ഗ്രന്ഥം എഴുതി. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയാണ്, സീതയെ രാമൻ സംശയിച്ചു, സീതയെ രാമൻ സംശയിച്ചു. എന്നിട്ട് അവരെ അഗ്നികുണ്ഡത്തിലൂടെ അവർ പരിശുദ്ധയാണെന്ന് പരീക്ഷിക്കാൻ നടത്തിച്ചു. അപ്പൊ എന്താണ്? സ്വന്തം ഭാര്യയുടെ ചാരിത്രശുദ്ധിയിൽ സംശയമുണ്ടായി. ഇനി നോക്കൂ, നിങ്ങൾക്കറിയാം ഉത്തര രാമായണം 3-ാം അധ്യായം, അവിടെ പറയാം, നിങ്ങൾക്കറിയാം ശംഭുകവധം. ശംഭുകവധത്തിൽ രാമനിൽ എന്താ കാണുന്നത്? ദിവ്യത്വത്തെയാണോ ദൈവികത്തെയാണോ? അല്ല, ബ്രാഹ്മണ മേധാവിത്വത്തിന് കൂട്ടുനിൽക്കുന്ന ഒരാളായിട്ടാണോ? രാമായണം വായിച്ചു നോക്കൂ. അവിടെയും ആനി ബസന്റ് പറയും, വല്ലഭായ് പട്ടേൽ പറയുന്നു, അതുപോലെ തന്നെ അബുൽ കലാം ആസാദ് പറയുന്നു. ഒരുപാട് ആളുകൾ, മഹാത്മാഗാന്ധി ഹരിജനിൽ എഴുതി. എപ്പോ? 26/5/1947 വളരെ വ്യക്തമായി ശ്രീരാമനിൽ ദൈവികത്വമാണോ മനുഷ്യപ്രകൃതമാണോ ചർച്ചയുണ്ട്. അവിടെ വായിച്ചില്ല നമ്മൾ, പഠിച്ചില്ല നമ്മൾ. അപ്പൊ നിങ്ങൾ നോക്ക്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ പ്രിയതമ ആയിഷ ബീവിയുടെ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടു. അവരുടെ ഒട്ടകക്കെട്ടിൽ അടിയിലുണ്ട്, പക്ഷെ കാണാൻ കഴിഞ്ഞില്ല. വമ്പിച്ച വ്യഭിചാരാരോപണമുണ്ടായി, വലിയ ഇശയിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അത് തന്നെയാണ് ശംഭുകവധവുമായി ബന്ധപ്പെട്ട്
പുഷ്പക വിമാനത്തിലേറി ശംഭുകൻ എന്ന ശൂദ്രൻ എവിടെ തപസാചരിക്കുന്നു എന്നറിയാതെ ഉലകം ചുറ്റിയ ശ്രീരാമനെ കുറിച്ച് പറയുന്നത്. ഞാൻ പറയുന്നത് ആരെയായിരിക്കണം നാം ആരാധിക്കേണ്ടത് എന്ന് ചതുർവേദങ്ങൾ പറഞ്ഞു. അത് മുഹമ്മദ് നബിയെ അല്ല, യേശു ക്രിസ്തുവിനെയല്ല, ശ്രീരാമനെയല്ല, ശ്രീകൃഷ്ണനെയല്ല. അവരൊക്കെ മഹാന്മാരായിരിക്കാം സഹോദരങ്ങളെ. എന്നാൽ മഹത്വമുടയവനായ ലോകത്തിന്റെ സിട്ടാവിനെ ഏറ്റവും ഗംഭീരമായ ഒരു പോയിന്റ് എന്താ? മനുഷ്യവാസമില്ലാത്ത കാലത്ത്. വളരെ കൃത്യമായ ഒരു പോയിന്റാണ്. ആർക്കും അത് തള്ളിക്കളയാനാവില്ല, ആർക്കും അതിന് മറുപടിയുമില്ല. അതെന്താ? മനുഷ്യവാസമില്ലാത്ത കാലം. ഹിന്ദുമതല്ല, ക്രിസ്തുമതല്ല, ഇസ്ലാമില്ല, ഒന്നുമില്ല, ഒരു മതവും ഇല്ല, ഒരു മനുഷ്യനും ഇല്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ സഹോദരങ്ങളെ, ലോകല്ലേ, ആകാശമില്ലേ, ഭൂമിയില്ലേ, സർവചരാചരങ്ങളില്ലേ? ഉണ്ട്, എല്ലാം ഉണ്ട്. അന്ന് എന്ന് നോക്കൂ, ഹൈന്ദവരില്ല, ക്രൈസ്തവരില്ല, മുസ്ലിങ്ങളിൽ ഒരു മതവും ഇല്ല, നിരീശ്വരത്വമില്ല, ഒന്നുമില്ല. അക്കാലഘട്ടത്തിൽ ലോകത്തെ സൃഷ്ടിച്ചതാരാ? ഈ ഒരു പോയിന്റ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. കല്ലടിക്കോട് ഈ ചോദ്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അതെന്താ? മനുഷ്യവാസമില്ലാത്ത കാലത്ത്, ലോകത്ത് മനുഷ്യരില്ലാത്ത കാലത്ത് ആകാശമുണ്ടല്ലോ, ഭൂമിയുണ്ടല്ലോ, സർവചരാചരങ്ങളുണ്ടല്ലോ, ലോകമുണ്ടല്ലോ. അതിനെ ആര് സംവിധാനിച്ചു? ആരാ അതിനെ സംവിധാനിച്ചത്? ആ സംവിധായകനാരാ? ആ സംവിധായകനെയാണ് ഇസ്ലാം അള്ളാഹു എന്ന് പറയുന്നത്, ലോകത്തിന്റെ സൃഷ്ടാവ് എന്ന് പറയുന്നു. ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട പോയിന്റാണ്. ലോകത്തിന്റെ സൃഷ്ടാവ് എന്ന് പറയുന്നത് അവനെയാണ്. ലോകത്തിന്റെ സൃഷ്ടാവ് എന്ന് പറയുന്ന അവനെയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ആകാശഭൂമികളെ മുഴുവനും സൃഷ്ടിച്ച, സർവചരാചരങ്ങളെ മുഴുവനും സൃഷ്ടിച്ച ലോകത്തിന്റെ അധീശാധികാരിയെയാണ് മാനവകുലം ആരാധിക്കേണ്ടത് എന്ന്. അപ്പൊ നിങ്ങൾ നോക്ക്, യേശുക്രിസ്തുവിനോട് ഏറ്റവും പ്രഥമമായ കൽപ്പനയാണത് ഏതാണ് എന്ന ചോദ്യം. ആ ചോദ്യത്തിന് യേശുക്രിസ്തുവിന്റെ മറുപടി എന്താ? യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്താണ്? സെന്റ് പോളിന്റെ സുവിശേഷമല്ല, യോഹന്നാന്റെ സുവിശേഷമല്ല, മാർക്കോസിന്റെ സുവിശേഷമല്ല. യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്താ? യേശുക്രിസ്തു എന്താ പറഞ്ഞത് ദൈവത്തെ കുറിച്ച്? സെന്റ് പോൾ എന്ത് പറഞ്ഞു എന്നുള്ള അവിടെ കേട്ടെ. യേശുക്രിസ്തു എന്ത് പറഞ്ഞു? യേശുക്രിസ്തുവിന്റെ നാവിലൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഉറപ്പുള്ള വാചകം ഏതാ? അത് നമ്മൾ പരിശോധിക്കാം. മാർക്കോസിന്റെ 12-ാം അധ്യായം 29-ാമത്തെ വാചകം. മാർക്കോസിലെ 12-ാം അധ്യായം 29-ാമത്തെ വാചകം എന്താ ഉള്ളത്? ഇസ്രായേലേ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്, അവനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കുക, സ്നേഹിക്കുക. ഒന്നാമത്തെ വാചകം ഒന്ന് ശ്രദ്ധിച്ചേ. ഇസ്രായേലേ കേട്ടാലും നമ്മുടെ ദൈവമായ യേശുക്രിസ്തു ഉൾപ്പെടെയുള്ളവരുടെ ദൈവം ഏകനാണെന്ന് പറയുന്നത്. യേശുക്രിസ്തു ഉൾപ്പെടെയുള്ളവരുടെ ദൈവം ഏകനാകുന്നു എന്ന് പറയുന്നത്. എന്നിട്ടോ അവനെ, അവരെ എന്നല്ല, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 അളത്തമുള്ള ദൈവത്തെ എന്നല്ല, മറിച്ച് അവനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കുക. എത്ര ക്ലിയർ! അപ്പൊ നമുക്ക് ആലോചിക്കാം, സൂര്യൻ, ചന്ദ്രൻ ആർക്ക് വേണ്ടിയാ? മനുഷ്യർക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ? ലോകത്ത് സൃഷ്ടാവ് ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഇതൊക്കെ മനുഷ്യർക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചെന്ന് പറയും. ആ മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ച ലോകത്തിന്റെ സൃഷ്ടാവിനെ, ഈ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ലോകത്തിന്റെ സൃഷ്ടാവിനെ, അവനെ ആരാധിക്കുക എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമാണ് സമൂഹം എവിടെയൊക്കെ ഏകദൈവാരാധന തെറ്റിപ്പോയി. അതിന്റെ 1-2 പോയിന്റുകളാണ് ഞാൻ തുടർന്ന് സൂചിപ്പിക്കുന്നത്. ദൈവവിശ്വാസത്തിൽ ഗുരുതരമായ 2 തെറ്റുകളാണ് ഞാൻ ഇവിടെ എന്റെ പ്രസംഗത്തിലൂടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കും. ലോകത്തെ പ്രബലമായ മതങ്ങൾക്കെല്ലാം, മതസമൂഹങ്ങൾക്കെല്ലാം സംഭവിച്ച പൗരോഹിത്യത്തിന്റെ കുൽസിതമായ ശ്രമം കൊണ്ട് സംഭവിച്ച ഡീവിയേഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കുന്ന, പഠിക്കുന്ന, മനസ്സിലാക്കുന്ന, ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന ഒരു കമ്പാരിറ്റീവ് റിലീജിയൻ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഇത് മനസ്സിലാകും. അതിലൊന്നാണ് മനുഷ്യർ സൃഷ്ടികളെ ആരാധിക്കുന്നതിലേക്ക് വഴുതിപ്പോയി എന്നത്. സൃഷ്ടികളിൽ ഒരാളെയും എത്ര കഴിവുള്ളവരാകാം, എത്ര മഹാന്മാരാകാം, അവരിലൂടെ ദൈവം എന്തൊക്കെ അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ചാലും അവർ അടിമകളാണ്, പടച്ചവന്റെ അടിമകളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്ക്, മറിയം ബീവി, കന്യാമറിയം
ആകാശത്തുനിന്ന് ഭക്ഷണം ഇറക്കി കൊടുത്തു ദൈവം തമ്പുരാൻ. സക്കരിയ നബി അത് കണ്ടു. മറിയം ബീവിക്ക് അഭൗതികമായ മാർഗത്തിലൂടെ, കാര്യകാരണ ബന്ധത്തിനതീതമായി, മനുഷ്യ കഴിവിനതീതമായി, സൃഷ്ടിജാലങ്ങളുടെ കഴിവിനതീതമായി സൃഷ്ടാവിനെ മാത്രം കഴിയുന്ന കഴിവാണ് ആ മറിയം ബീവിക്ക് ഭക്ഷണം ഇറക്കി കൊടുക്കുക എന്നുള്ളത്. വളരെ പ്രധാനമായ ഒരു പോയിന്റാ പറയും. അത് കണ്ട സക്കരിയ നബി എന്തുകൊണ്ട് മറിയം ബീവിയോടൊരു കുട്ടിയെ ചോദിച്ചില്ല? കുട്ടികളില്ലാത്ത ഭാര്യവന്തിയായ മറിയം ബീവി, സക്കരിയ നബി എന്തുകൊണ്ട് മറിയം ബീവിയെ, നിങ്ങൾക്ക് കറാമത്തുണ്ട്, അതിൽ നിന്ന് എനിക്കൊരു കുട്ടിനെ തരണേ എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? അവിടെ ഒരു പോയിന്റ് മുസ്ലിങ്ങളും എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതെന്താ? മറിയം ബീവിയുടെ കഴിവായിരുന്നു ഇതെങ്കിൽ ചോദിക്കേണ്ടത് മറിയം ബീവിയോടാണ്. കഴിവ് മറിയം ബീവിയുടേതല്ല. കാര്യകാരണ ബന്ധത്തിന്റെ ഇപ്പുറത്തുള്ള ഒരു കാര്യമല്ല. കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്ത് സർവശക്തനായ അല്ലാഹുവിനല്ലാതെ, പടച്ചതമ്പുരാനല്ലാതെ ഒരു സൃഷ്ടിക്കും സാധിക്കാത്തതാണ് ആകാശത്തുനിന്ന് ഭക്ഷണം ഇറക്കി കൊടുക്കുക എന്നുള്ളത്. അത് ഇറക്കി കൊടുത്തത് ദൈവമാണ്. അതുകൊണ്ട് സക്കരിയ നബി എന്ത് ചെയ്തു? ആ അത്ഭുതം മറിയം ബീവിയായിരുന്നു പ്രകടിപ്പിച്ചെങ്കിൽ ചോദിക്കേണ്ടത് അവരോടാണ്, അല്ലേ? ആചാരാണ് 10 ലക്ഷം ദാനം ചെയ്ത് എങ്കിൽ ആചാരോടാണ് 5 ലക്ഷം ചോദിക്കേണ്ടത്. 5 ലക്ഷം തരാൻ പടച്ചോനെയാക്ക് മനസ്സുണ്ടാകണേ എന്ന് പടച്ചോനോടും, അല്ലേ? ഇവിടെ മറിയം ബീവി കാണിച്ച ഈ ഒരു സംഭവം അത് മറിയം ബീവിയുടേതല്ല, മറിയം ബീവിയുടെ കഴിവിൽപ്പെട്ടതല്ല. മറിയം ബീവിയുടെ കഴിവിൽപ്പെട്ടതാണെങ്കിൽ ചോദ്യം മറിയം ബീവിയോടാണ്, കൊടുക്കാൻ പറ്റുന്ന ഭാഗതയിലാണെങ്കിൽ. പക്ഷേ കാര്യകാരണ ബന്ധത്തിന്റെ പുറത്ത് അഭൗതികമായ മാർഗത്തിലൂടെയുള്ള ഒരു സംഭവമാണ് അത് സാധിക്കുന്നത് പടച്ചോനാണ്. അതുകൊണ്ടാണ് ഈ സംഭവം കണ്ടപ്പോ ഒന്നുകൂടെ വിശ്വാസമുറപ്പിച്ച് ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു, ഇന്ന് ഖുർആനിലെ 3-ാം അധ്യായം 39-ാമത്തെ വചനമാണ്. അവിടെ വെച്ച് തന്നെ സക്കരിയ നബി 38-39 വചനങ്ങൾ അവിടെ വെച്ച് തന്നെ സക്കരിയ നബി ദൈവത്തോട് ചോദിക്കാൻ, അള്ളാഹുവിനോട് ചോദിക്കാൻ, എനിക്ക് കുട്ടിനെ തരണേ. ഇതാണ് അത്ഭുതങ്ങൾ കാണിക്കുന്നത് പോലും പടച്ചതമ്പുരാനാണ്. പ്രവാചകന്മാരിലൂടെ അത്ഭുതം പ്രകടിപ്പിക്കുന്നത് പടച്ചതമ്പുരാനാണ്. വടി നിലത്തിട്ടാൽ പാമ്പാക്കി മറ്റുള്ള പാമ്പിനെ വിഴുങ്ങും, അക്കഴിവെനിക്കുണ്ട്, അതെന്റെ കഴിവിന്റെ പരിധിയിലാണ് എന്നായിരുന്നു മൂസാ നബി വിശ്വസിച്ചതെങ്കിൽ അവരുടെ പാമ്പിനിട്ടപ്പോൾ അദ്ദേഹം പേടിച്ച് പുറകോട്ട് പോവില്ല. മറിച്ച് ഈ വടിക്ക് ഇങ്ങനെയൊക്കെ ഒരു കഴിവുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയുമായിരുന്നെങ്കിൽ ചിരിക്കുകയാ ചെയ്യാ, അട്ടഹസിച്ച് ചിരിച്ച് കാണിച്ചു തരാമിടാ എന്നാ പറയാ. പേടിച്ച് പിറകോട്ടോടിയപ്പോ മൂസ പേടിക്കണ്ട, എന്നിട്ട് തിരിച്ചു പോരെ, ആ വടി നിലത്തിട്, ഇന്ന് വിജയിക്കുന്നവൻ നാം ആകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. കാര്യകാരണ ബന്ധത്തിനതീതമായി അഭൗതികമായി ആ വടിയെ എല്ലാറ്റിനെയും വിഴുങ്ങുന്ന പാമ്പാക്കാൻ ലോകനാഥനെ കഴിയൂ. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു. ഇപ്പൊ സാധാരണ ചെറിയഴീക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രോഗ്രാമിൽ സ്വാമിജി പറഞ്ഞു, ആൽമരത്തെ എന്തുകൊണ്ട് ആരാധിക്കുന്നു? ആൽമരത്തെ എന്തുകൊണ്ട് ആരാധിക്കുന്നു? രാത്രി പോലും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് അതിനുണ്ട് എന്നതുകൊണ്ടാണ്. അവിടെ ഞാൻ സ്വാമിജിയോട് പറഞ്ഞു, സ്വാമിജി ഇസ്ലാം കുറച്ചുകൂടി മുന്നോട്ടാണ്. അതെന്താ? കാനായി കുഞ്ഞിരാമൻ ശംഖുമുഖത്തൊരു പ്രതിമ നിർമ്മിച്ചാൽ അവാർഡ് പ്രതിമയുടെ കഴുത്തിലല്ല, കുഞ്ഞിരാമന്റെ കഴുത്തിലാണ്. YNV കുറുപ്പ് ഒരു കവിത രചിച്ചാൽ കവിതക്കല്ല അവാർഡ്, ആ കവിത രചിച്ച പ്രതിഭയില്ലേ YNV കുറുപ്പ്, അതിനാണ് അവാർഡ്. മനസ്സിലാക്കണം. സൂര്യൻ, എല്ലാ ഫോട്ടോസിന്തസിസ് നടക്കുന്ന സൂര്യനുള്ളത് കൊണ്ടാണ്, രാവും പകലും ഉണ്ടാകുന്നത് സൂര്യനുള്ളത് കൊണ്ടാണ്. അതിന്റെ കൺട്രോൾ ലോകത്തിന്റെ നാഥനാണ്. സൂര്യനെ സൃഷ്ടിച്ചവൻ ഇസ്ലാം അതാണ്. അതായത് സൃഷ്ടിയുടെ അത്ഭുതം കണ്ട് സൃഷ്ടിയിൽ ആരാധന ആരോപിച്ച് സൃഷ്ടാവിനെ കണ്ടെത്തി ആ സൃഷ്ടിയെ സൃഷ്ടാവാക്കി പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന രൂപം ഇസ്ലാമിലില്ല. സൃഷ്ടിയുടെ മുഴുവൻ കഴിവ് അത് സൃഷ്ടാവ് നൽകിയതാണ്. അതുകൊണ്ട് അവനാണ് സർവശക്തൻ. പൂമ്പാറ്റയുടെ ചിറകുകൾക്ക് മനോഹാരിത കൊടുത്തവൻ ആരാധ്യൻ. പൂമ്പാറ്റക്ക് ചിറകിന് മനോഹാരിത കൊടുത്തവൻ ആരാധ്യൻ. ഈ മത്സ്യങ്ങളുടെ ജനിതക കോഡുകളിൽ അതിന്റെ ദേശാന്തരഗമന സംവിധാനത്തെ സംവിധാനിച്ചവൻ ലോകത്തിന്റെ സൃഷ്ടാവ്. ആർട്ടിക് ടേൺ എന്ന പക്ഷിക്ക് ദേശാന്തരഗമന വൈഭവം കൊടുത്തവൻ ലോകത്തിന്റെ സൃഷ്ടാവ്. തുളസിച്ചെടിക്ക് ഔഷധ ഗുണം നൽകിയവൻ ലോകത്തിന്റെ സൃഷ്ടാവ്. കാഷ്ടത്തിന്റെയും രക്തത്തിന്റെയും ഇടയിൽ നിന്ന് പാലിനെ ചുരത്തി അകിടുള്ള പശുവിനെ സൃഷ്ടിച്ച സൃഷ്ടാവിലേക്ക് ആരാധന, സൃഷ്ടിയിലേക്കല്ല. പാമ്പിന്റെ വായിൽ വിഷത്തെ നിറച്ച സൃഷ്ടാവിന് ആരാധന. ഇതാണ് ഇസ്ലാം. വാട്ട് ഈസ് ഇസ്ലാം?
സൃഷ്ടി പഠനത്തിലൂടെ സൃഷ്ടാവിലേക്ക്, ഒരു ഭാഗത്തോ സൃഷ്ടിയുടെ അത്ഭുതം കണ്ട് ആരാധന സൃഷ്ടിയിൽ ആരോപിക്കുക. ഏറ്റവും രസകരമായ ഒരു ഖുർആനിക വചനം, ഗംഭീരമാണ്. ദൈവിക ഗ്രന്ഥത്തിന്റെ 22-ാം അധ്യായം 18-ാമത്തെ വചനം നിങ്ങൾ എല്ലാവരും കേൾക്കണം. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാബ് വകസീറും മിനൻ നാസ്. വല്ലാത്ത അത്ഭുതകരമായ ഒരു വാക്ക്. ആകാശഭൂമികളിലുള്ളതെല്ലാം, ഖുർആൻ പറയാൻ, ആകാശഭൂമികളിലുള്ളതെല്ലാം സൃഷ്ടാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുന്നു. നോക്കണേ, എന്നിട്ട് എന്നെയാണ് വശംസു സൂര്യൻ, വൽക്കമറു ചന്ദ്രൻ, വന്നജൂമു നക്ഷത്രങ്ങൾ, വൽ ജിബാലു പർവ്വതങ്ങൾ, വൽ അൻആം ജന്തുക്കൾ, വദ്ദവാബ് മൃഗങ്ങൾ, അതുപോലെ മരങ്ങൾ, വൃക്ഷങ്ങൾ, എല്ലാം ദൈവത്തിന് മുമ്പിൽ സാഷ്ടാംഗം ചെയ്യും. ആൽമരം, തുളസിച്ചെടി, പ്ലാവ്, എല്ലാ മരങ്ങളും ദൈവത്തെ ആരാധിക്കുന്നു. എല്ലാ ജന്തുക്കളും, പാമ്പ്, തേള്, പശു, എല്ലാ ജീവജാലങ്ങളും ദൈവത്തെ ആരാധിക്കുന്നു. പർവ്വതങ്ങളെല്ലാം ദൈവത്തെ ആരാധിക്കുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ദൈവത്തെ ആരാധിക്കുന്നു. അവിടെയാണ് നമ്മൾ ഒരു പോയിന്റ് മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ ജനങ്ങളുടെ ചുണ്ടുകളിൽ പാടിപ്പതിഞ്ഞ 2 വരി ഒരുപക്ഷെ എന്റെ ഒരു ബസ് യാത്രയിൽ ഞാൻ കേട്ടിട്ടുള്ളതാണ്. അത് ഇങ്ങനെയാണ്: ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും. ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ആണ് മനുഷ്യ ജീവിതത്തിലെ ജയാപജയങ്ങൾ നിർണയിക്കുന്നത്. മോഡേൺ സയൻസ് പഠിച്ച, ആസ്ട്രോണമി പഠിച്ച ഏത് വിദ്യാർത്ഥിയോടും, അവന് ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, അവനോട് ചോദിച്ചു നോക്കും, മോനെ, ആകാശത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളിലെല്ലാം ആ നക്ഷത്രങ്ങളൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? മോഡേൺ സയൻസിന്റെ ബാലപാഠം പഠിച്ചോ പറയും, അതിൽ പല നക്ഷത്രങ്ങളും മരിച്ചുപോയി, ഇന്ന് ജീവിച്ചിരിപ്പില്ല. ജീവിച്ചിരിക്കാത്ത, മരിച്ചു പോകുന്ന, മൃതിയടയുന്ന നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന വിഡ്ഢിയായ മനുഷ്യൻ ലോകത്ത്. ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം ഞാൻ പറയാം. ഒരു പാമ്പും ഇന്ന് വരെ, സ്വാമിജി പറഞ്ഞുവല്ലോ, ഏറ്റവും വലിയ ബുദ്ധിജീവി, ഏറ്റവും സവിശേഷമാക്കപ്പെട്ട സൃഷ്ടി, ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടി മനുഷ്യനാണല്ലോ. എല്ലാം കൊണ്ടും ആ മനുഷ്യനെ ഇന്ന് വരെ പാമ്പ് ആരാധിച്ചിട്ടില്ല, പശു ആരാധിച്ചിട്ടില്ല, എലി ആരാധിച്ചിട്ടില്ല, ഒരു മത്സ്യം ആരാധിച്ചിട്ടില്ല, ഒരു മരവും ആരാധിച്ചിട്ടില്ല, സിംഹം ആരാധിച്ചിട്ടില്ല. എന്നാൽ മനുഷ്യനെന്ന മഹാബുദ്ധിജീവി, രാഷ്ട്രപതി, പ്രധാനമന്ത്രി, വിദ്യാഭ്യാസ വിചക്ഷണൻ, ലോകം കണ്ട മഹാസാഹിത്യകാരന്മാർ, ചിന്തകന്മാർ, മന്ത്രിപുങ്കവന്മാർ മനുഷ്യരെ ആരാധിക്കുന്നു, ജന്തുക്കളെ ആരാധിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് വേദം മനുഷ്യരെ വിളിച്ചു, ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേക ആസ്തി സഥാധാര പൃഥ്വിയും ദ്യാമുദേവായ കശ്മൈ ദേവായ ഹവിഷാവിധേമാം. ഋഗ്വേദം 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്കിൽ പറയും. ഇനി അതിന്റെ അർത്ഥം എന്താ? കേട്ടോളൂ, ചിന്തിച്ചോളൂ, മനസ്സിലാക്കിക്കോളൂ. ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേക ആസീത് സഥാധാര പൃഥ്വിയും ദ്യാമുദേവായ കശ്മൈ ദേവായ ഹവിഷാവിധേമാം. 10 മണ്ഡലങ്ങളാണ് ഋഗ്വേദത്തിൽ. അതിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്കിൽ അർത്ഥം കേട്ടോളൂ, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ആദിയിൽ ഹിരണ്യഗർഭൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനാണ് സകല ഭുവനങ്ങളുടെയും അധീശാധികാരി. അവൻ ഭൂമിയെയും സ്വർഗത്തെയും അതത് സ്ഥാനങ്ങളിൽ സ്ഥാപിച്ചു. സ്വർഗം പിന്നീട് സ്ഥാപിക്കപ്പെടുന്നല്ല. മുത്തഖീൻ എന്ന ഖുർആൻ വാക്ക്, സ്വർഗം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു, നരകം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. ഇത് ഋഗ്വേദം 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്കിൽ പറയാണ്, സ്വർഗം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു, ഭൂമിയെയും സ്വർഗത്തെയും അതത് സ്ഥാനങ്ങളിൽ സ്ഥാപിച്ചു. അവനിൽ നിന്നാണ് സർവചരാചരങ്ങളും ഉണ്ടായത്. ലോകം മുഴുവൻ അവന്റെ കൽപ്പന അനുസരിക്കുന്നു. അതിനാൽ അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. എത്ര കൃത്യമാണ്! അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം പറയാം. സൂര്യൻ മുസ്ലിമാണെന്ന് പറയാനുള്ള കാരണം അതാണ്. ചന്ദ്രൻ മുസ്ലിമാണ്,
സൂര്യൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞാല് തൊപ്പിയിട്ട് വെള്ളക്കുപ്പായോട്ട് താടി നീട്ടി മീശയും വെട്ടിയ ഒരാളാണ് സൂര്യൻ അല്ല. ചന്ദ്രന അല്ല. അല്ല പിന്നെന്താ? സൂര്യൻ ദൈവത്തിന്റെ കൽപ്പന ഒരിക്കലും തെറ്റിക്കുന്നില്ല. സൂര്യനും ഭൂമിയും ആകാശവും ചന്ദ്രനും എല്ലാം ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നു. അതുകൊണ്ടാണല്ലോ 6:13 ഉദിക്കേണ്ട സൂര്യൻ ഇന്ന് വരെ 6:12 ഉദിച്ചില്ല, 6:13 ഉദിക്കാതിരുന്നില്ല, 6:14 മാറി ഉദിച്ചതുമില്ല. എന്തേ കാരണം? വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില. സൂര്യൻ ഖുർആൻ പറയാൻ ഒരു മൈക്രോ സെക്കൻഡ് വ്യത്യാസമില്ലാതെ അതിന്റെ പദമേഖലയിലൂടെ ഒന്നൊന്നിനെ ഓവർടേക്ക് ചെയ്യാതെ സഞ്ചരിക്കുന്നു എന്ന് 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആനിലെ 36 അധ്യായം 38 വചനമാണ്. അപ്പൊ ലോകത്തിലെ എല്ലാ സൃഷ്ടിജാലങ്ങളും ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച നിലക്കണ്. മനുഷ്യനും അത് സ്വീകരിച്ചാൽ സുഖകരമായ സംരക്ഷണപൂർണമായ മതം സുരക്ഷയാകുന്നത് അവിടെയാണ്. ദൈവം അവതരിപ്പിച്ചത് സ്വീകരിച്ചാൽ ഒരു പ്രശ്നവുമില്ല. മനുഷ്യനിർമ്മിതം പഞ്ചേന്ദ്രിയ പരിമിതിയിലുള്ളത് അത് മനുഷ്യൻ ചെയ്താൽ പഞ്ചേന്ദ്രിയ പരിമിതിയുടെ എല്ലാ കുഴപ്പവും, സങ്കുചിതമുള്ള എല്ലാ കുഴപ്പവും, ഒരു സവർണനാണ് മതം ഉണ്ടാക്കണമെങ്കിൽ ശൂദ്രൻ ഏറ്റവും മോശക്കാരനാവും. ഭഗവാന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ, ഭഗവാന്റെ കൈകളിൽ നിന്ന് ക്ഷത്രിയൻ, ഭഗവാന്റെ തുടകളിൽ നിന്ന് വൈശ്യൻ, ഭഗവാന്റെ കാൽപാദങ്ങളിൽ നിന്ന് ശൂദ്രൻ. അതുകൊണ്ടാണ് മനുസ്മൃതിയിലെ 1-ാം അധ്യായം 100-ാമത്തെ വചനത്തിൽ എന്തായത്? ശൂദ്രനേക്കാൾ ശ്രേഷ്ഠൻ ബ്രാഹ്മണനാണെന്ന് വന്നത്. ഇസ്ലാമിൽ ഒരിടത്തും ഇന്ത്യക്കാരനേക്കാൾ ശ്രേഷ്ഠം സൗദിക്കാണ് എന്നില്ല, രാജ്യപരമായില്ല. മറിച്ച് ഖുർആൻ പറഞ്ഞതോ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശൂബൻ വകബായില ലിതഅറഫു ഇന്ന അഖറബകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരെ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ ഞങ്ങളെ സൃഷ്ടിച്ച് ഒരച്ഛൻ അമ്മയുടെ മക്കളാ. നിങ്ങൾ വർഗങ്ങളും ഗോത്രങ്ങളും ആയത് എന്തിനാ? തമ്മിൽ തല്ലാനല്ല, ലിതഅറഫു പരസ്പരം തിരിച്ചറിയാനാണ്. ഇന്ന അഖറബകും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളിൽ ഏറ്റവും ആദരണീയനാരാ? ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവനാ. ബ്രാഹ്മണനാണെന്നല്ല, ക്ഷത്രിയനാണെന്നല്ല, പാശ്ചാത്യനാണെന്നല്ല, പൗരസ്ത്യനാണെന്നല്ല. അതുകൊണ്ടാണ് സാധാരണ ബാർബർ പണിയെടുക്കുന്ന ആളുകൾ, തലമുടൻ ചെയ്യുന്ന ആളുകൾ, അവരിൽപ്പെട്ട തന്നെ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കും. ഇസ്ലാമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ബാർബറെ, ഏറ്റവും ഉന്നത കുലജാതയായ സുന്ദരിയായ ഖുറൈശികളിൽപ്പെട്ട ഒരു ഗോത്രക്കാരിയെ വിവാഹം കഴിപ്പിച്ച് ഈ തിന്മ ഇല്ലാതാക്കിയത് അവിടെയാണ്. സൽമാനുൽ ഫാരിസി എന്ന വെളുത്ത വർഗക്കാരനെയും ബിലാൽ എന്ന കറുത്ത വർഗക്കാരനെയും ഒരേ പാത്രത്തിന് ഭക്ഷണം കഴിപ്പിച്ചത് ഈ പ്രവാചക ചക്രവർത്തിയാണ്. അതെ, ബിലാൽ റളിയല്ലാഹുവിന്റെ കറുത്തവരുടെ മകനെ എന്ന് അബൂദർ റളിയല്ലാഹു വിളിച്ചപ്പോ അത് ജാഹിലിയത്താണെന്നും അനിസ്ലാമികമാണെന്നും താങ്കളിൽ ഇസ്ലാം പൂർത്തിയായിട്ടില്ലെന്നും ബിലാലിനെ കറുത്തവരുടെ മകനെ എന്ന് വിളിച്ചത് ഒരിക്കലും ശരിയല്ലെന്നും അങ്ങനെ വിളിക്കാൻ പാടില്ലെന്നും ലോകത്തെ പഠിപ്പിക്കുകയാണ് പ്രവാചകൻ ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഹജ്ജ് സീസണിൽ 25 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ സർക്കാരിന്റെ ഔദ്യോഗിക കണക്കിൽ ഹറമിൽ ഒരേ സ്വരത്തിൽ വ്യത്യസ്ത ദേശക്കാർ. നിങ്ങൾക്കറിയാം, ഒരു കാലഘട്ടത്തിൽ തുപ്പൽ പാത്രം കഴുത്തിൽ കെട്ടി തൂക്കിയ ഒരു കാലുണ്ടായിരുന്നു കേരളത്തിൽ. തുപ്പാൻ ഭൂമിയിൽ പാടില്ല, തുപ്പൽ പാത്രത്തിൽ തുപ്പണം. അരമടിക്കട്ടിൽ ചൂല് കെട്ടി തൂക്കിയൊരു കാലം. ഒരു സ്റ്റെപ്പ് വെച്ചാൽ ആ സ്റ്റെപ്പ് ചൂല് കൊണ്ട് തൂത്തിവാരി കരയുന്ന ഒരു കാലം. എന്നാൽ അബ്രഹാം പ്രവാചകന്റെ ഭാര്യ, കറുത്ത വർഗക്കാരി, അടിമ ഹാജറ ബീവി, ഏറ്റവും താഴേക്കിടയിലുള്ളവർ, ആ ഹാജറ ബീവി സഫാ മർവ കുന്നിൽ ഓടിയത് തുടക്കാതെ, ചെരുപ്പ് ധരിക്കാതെ, രാജാവും ചക്രവർത്തിയും എല്ലാവരും, കോടീശ്വരനും വെളുത്തവനും കറുത്തവനും പാശ്ചാത്യനും പൗരസ്ത്യനും, ആ കറുത്ത പെണ്ണ് നടന്ന ആ അടയാളങ്ങളിലൂടെ അവർ നടക്കൽ ഇസ്ലാമിൽ ആരാധനയാക്കി മാറ്റി. ഇസ്ലാം എത്ര ഗംഭീരമാണ്! സർവശക്തനായ റബ്ബ് ഉച്ചനീചത്വങ്ങളെ കംപ്ലീറ്റ് തുടച്ചു മാറ്റി. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ പടച്ചോനാണ്, ലോകത്തിന്റെ സൃഷ്ടാവാണ്. ഏറ്റവും ഞങ്ങൾക്ക് ഇവിടെ ഭാസ്കരൻ കല്ലടിക്കോടുകൂടെ നടക്കുമ്പോൾ ഞങ്ങളുടെ വിശ്വാസം എന്താ? ഭാസ്കരൻ ആദമിന്റെ മോനാണ്, അള്ളാഹുവിന്റെ അടിമയാണ്, ഞങ്ങളെ പോലെ ജീവിക്കാൻ അവകാശമുള്ളവന്, വായുമുള്ള വിശ്വസിക്കുന്നവനാണ്. അവന്റെ മതം ഏതായാലും അവൻ ശരിയെന്ന് വിശ്വസിക്കുന്നത് വിശ്വസിക്കാൻ അവന് സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ഈ പറയുന്നതാണ് സത്യമെങ്കിലും എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട്. അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ രൂപീകരിക്കപ്പെടുന്നത്. അപ്പൊ ലോകത്തിന്റെ സൃഷ്ടാവിനെ
ഇനി നിങ്ങൾ നോക്ക്, ഞാന് എന്റെ ഒരുപാട് സുഹൃത്തുക്കളിൽ രാകേഷ്, ഞാൻ എല്ലാ സദസ്സിലും പറയാറ്, എല്ലാ സദസ്സിലും അത് പറയുമാണ്, എവിടെയും വിട്ടുപോകാൻ പാടില്ല. രാകേഷ് എന്റെ പ്രിയ സുഹൃത്ത്. ഞാൻ അവനോട് ചോദിച്ചു, രാകേഷ്, യാദർശികമായി ഞങ്ങൾ കണ്ടു, രാകേഷിന്റെ വീട്ടിൽ അവനെ ക്ഷണിച്ചു വരുത്തി. അപ്പൊ അവന്റെ വീട്ടിൽ നോക്കുമ്പോ വേദഗ്രന്ഥങ്ങളും അതിൽ യജുർവേദമുണ്ട്. ഞാൻ ഇവിടെ നീ യജുർവേദം എടുക്ക്. അപ്പൊ അവൻ എന്നോട് ചോദിച്ചു, പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചക്ക് എന്താ കാര്യം? മുസ്ലിമായ നിനക്ക് എന്താണ് യജുർവേദത്തിലെ കാര്യം? ഞാൻ പറഞ്ഞു, നീ എടുക്ക്, യജുർവേദത്തിന്റെ 32-ാം അധ്യായം എടുക്ക്, 3-ാമത്തെ സൂക്തം എടുക്ക് എന്ന് പറഞ്ഞപ്പോ അവൻ അത്ഭുതമായി. 3-ാമത്തെ സൂക്തം അവൻ എനിക്ക് വായിച്ചു തന്നു. നതസ്യ പ്രതിമാസ്തി, ആ ദൈവത്തിന് പ്രതിമയില്ല, ആ ദൈവത്തിന് പ്രതിമയില്ല. പ്രതിമ വെച്ച് ആരാധിക്കുന്നത് സാക്ഷാൽ ദൈവമല്ല. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, ആ കാണുന്നത് എന്താ? അത് പൂജാമുറിയാണ്. ആ പൂജാമുറിയിൽ അതെന്താ? അത് ബിംബമാണ്. അപ്പൊ നീ യജുർവേദ അനുയായി അല്ലേ? നീ അല്ലേ പറഞ്ഞത് ചതുർവേദത്തിന്റെ ആളാണ്? ചതുർവേദം പറയുന്ന ബിംബാരാധന പാടില്ല. നീയോ? നീ ചെയ്തതോ, നീ കാണിച്ചതോ വേദഗ്രന്ഥത്തിനെതിരാണ്. അതുകൊണ്ട് നീ മാറി ചിന്തിക്കണം. തദേവ ബ്രഹ്മത്തം വിത്തി നേതം യേതിതം ഉപാസത്തെ യശ്രോത്രേണനശ്രുണോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്തം വിത്തി നേതം യേതിതം ഉപാസത്തെ. കേനോപനിഷത്തിലെ 6-7 ശ്ലോകമാണ്. മാധവ, ഞാനതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ, മാധവ, നീ ഏതൊരു ക്ഷേത്രത്തിൽ കയറി ഏതൊരു ബിംബത്തിന് മുമ്പിൽ കൈകൂപ്പി നിന്നുവോ അറിയുക മാധവ, അത് നിന്റെ ദൈവമല്ലെന്ന്. നിന്റെ കണ്ണുകൊണ്ട് കാണാനാവാത്ത, നിന്റെ കണ്ണിന് കാഴ്ച നൽകിയ സാക്ഷാൽ ഈശ്വരനെ അറിയുക മാധവ എന്ന വാചകം എത്ര ഹൃദ്യമാണ്. ബൈബിളിൽ പറയുന്ന ആ ദൈവത്തെ ഒരു നാളും ഒരാളും കണ്ടിട്ടില്ല. ലാ തുദ്രികുൽ അബ്സാർ വഹു യുദ്രികുൽ അബ്സാർ, സൂറത്ത് അൻആം. ആ ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടില്ല, അല്ലാഹുവിനെ നിങ്ങൾ കണ്ടിട്ടില്ല, ലോകത്തിന്റെ സൃഷ്ടാവിനെ നിങ്ങൾ കണ്ടിട്ടില്ല. ഇനി നിങ്ങൾ ആലോചിച്ചോ, ഞാൻ നിങ്ങൾക്ക് ചില സൂക്തങ്ങൾ നെഞ്ചകത്ത് തട്ടുന്നത് പറഞ്ഞു തരാം. അഥർവവേദം 13-ാം അധ്യായം 5-ാമത്തെ സൂക്തം 14 മുതൽ 20 വരെയുള്ള വാചകം വായിച്ച് കേൾപ്പിച്ചു തരാൻ ഞാൻ നിങ്ങളെ. ഈ ദൈവത്തെ ഏകനായി അറിയുന്നവർ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു. ദൈവം 3 ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഒരു അസത്യത്തിലാണ്. വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ ഇങ്ങനെ 3 അർത്ഥമാണ് ദൈവത്തിൽ എന്നറിഞ്ഞവൻ അറിവില്ലാത്തവനാണ്. 2, ഞാൻ തന്നെയാണ് ദൈവം എന്ന വിവരക്കേട് ഉണ്ടായാലും അവനും അറിവില്ലാത്തവനാണ്. അവിടെയാണ് ഏത് അഥർവവേദം പറയുന്നത്, ഈ ദൈവത്തെ ഏകനായി അറിയുന്നവൻ സത്യം മനസ്സിലാക്കി. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 40-ാം അധ്യായം 19-ാമത്തെ വചനമാണ്. അറിയുക മനുഷ്യരെ, യഥാർത്ഥമായ അറിവ് ദൈവം ഏകനാകുന്നു എന്ന അറിവാണ്. ആരാധനക്കർഹൻ ലോകത്തിന്റെ സൃഷ്ടാവാകുന്നു എന്ന അറിവാണ്. എന്നിട്ടോ അവൻ 2 3 4 5 6 7 8 9 10 വിളിക്കപ്പെടുന്നില്ല. ശ്വസിക്കുന്നതും ശ്വസിക്കാത്തതുമായ സകലതിനെയും അവൻ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഉന്നത ശക്തി ഉൾക്കൊള്ളുന്ന അവൻ ഏകനാണ്, ഏകൻ മാത്രമാണ്. കുൽ ഹുവല്ലാഹു അഹദ്, പരാശ്രയമുക്തനാണ്. എത്ര ഗംഭീരമാണ്! തീർന്നില്ല. എല്ലാവിധ ദൈവിക ശക്തികളും അവനിൽ കേന്ദ്രീകരിച്ച് ഐക്യപ്പെട്ടിരിക്കുന്നു. അഥർവവേദം 13-ാം അധ്യായം 5-ാമത്തെ പർവം 14 മുതൽ 20 വരെയുള്ള വചനം. തീർന്നില്ല. അടുത്ത കേട്ടോളൂ. അഥർവവേദം അത് ഗംഭീരമായി പഠിപ്പിച്ചു. ഇനി കൃഷ്ണയജുർവേദം. കൃഷ്ണയജുർവേദം 4-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള സൂക്തം, 6 മുതൽ 9 വരെയുള്ള ശ്ലോകം കേട്ടോളൂ. അതിലെന്താ പറയുന്നത്? ചതുപ്പ് നിലങ്ങളുടെയും നടവഴികളുടെയും നാടിന്റെയും കാടിന്റെയും കുന്നിന്റെയും കുഴികളുടെയും ആലയങ്ങളുടെയും ജലാശയങ്ങളുടെയും നിലാവിന്റെയും ശബ്ദങ്ങളുടെയും ധൂളികളുടെയും മരത്തിന്റെ പച്ചിലകളുടെയും മണ്ണിൽ കൊഴിഞ്ഞ ഇലകളുടെയും പുളഞ്ഞൊഴുകുന്ന നദികളുടെയും നാഥനായ സർവേശ്വര, ഞാൻ നിന്നെ ആരാധിക്കുന്നു. കണ്ടോ? കൃഷ്ണയജുർവേദം 4-ാം അധ്യായം 6 മുതൽ 9 വരെ. ഇങ്ങനെ ഒരു ഈശ്വരാരാധന എന്റെ ബാല നിങ്ങൾക്കുണ്ടോ? എന്റെ മാധവ നിങ്ങൾക്കുണ്ടോ? എങ്കിൽ ഈ വേദത്തിന് എന്തർത്ഥം? ഇസ്ലാം ഖലഖലകും മാ, വിശുദ്ധ ഖുർആൻ പറയാൻ, ഖലഖസ് സമാവാതി ബിഗൈരി യമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തബീത ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ വഅൻസൽനാ മിനസ് സമാഇ മാഅ
ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി ബലിൽ ളാലിമൂന ഫീ ളലാലിൻ മുബീൻ. വിശുദ്ധ ഖുർആൻ 31-ാം അധ്യായം 10-11 വാചകങ്ങൾ. അവലംബങ്ങളില്ലാതെ ആകാശത്തെ നാട്ടു നിർത്തിയ പടച്ചതമ്പുരാൻ ഭൂമി നിങ്ങളെയും കൊണ്ടടകാതിരിക്കാൻ പർവ്വതങ്ങളെ ആണികളാക്കിയവൻ. കണ്ടോ, പർവ്വതം സൃഷ്ടിച്ചവൻ, ഭൂമി സൃഷ്ടിച്ചവൻ, ആകാശത്തെ സംവിധാനിച്ചവൻ ദൈവം. അല്ലാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൈവമാണെന്നല്ല, മറിച്ച് ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ. വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാറു വശംസു വൽഖമറു ലാ തസ്ജുദു ലിശംസി വലാ ലിൽഖമർ വസ്ജുദു ലില്ലാഹില്ലദീ ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. 41-ാം അധ്യായം 37. രാവും പകലും ദൈവത്തിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാർ വശംസു വൽഖമറു വന്നജൂമു വൽജിബാൽ. എത്ര സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള ഒരു സിട്ടാവിനെ, ആ സിട്ടാവിനെ ആരാധിക്കാനാണ് വേദം മാനവതയോട് പറഞ്ഞത്. ഖുർആൻ പറഞ്ഞു, മഴ ചൊരിയുന്നവൻ, എന്നിട്ട് ജീവജാലങ്ങളെ നിങ്ങൾക്ക് വിന്യസിപ്പിച്ചു തന്നവൻ, സസ്യലതാദികളെ മുളപ്പിച്ചവൻ, അങ്ങനെയുള്ള ആ പടച്ചവൻ. എന്നിട്ടൊരു വെല്ലുവിളി, ഹാദാ ഖൽഖുല്ലാഹ്. ഇതൊക്കെ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച. ഫഅറൂനി, നിങ്ങളൊന്ന് എനിക്ക് കാണിച്ചതാ, മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി. ദൈവത്തിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും, യേശുക്രിസ്തു സൃഷ്ടിച്ച എന്തെങ്കിലും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിച്ച എന്തെങ്കിലും ഒന്ന്, ലോകത്തിന്റെ ഏതെങ്കിലും നിങ്ങൾ ആരാധിക്കുന്നത്, ലം യഖ്ലുഖു ദുബാബ. ഖുർആനിലെ 22-ാം അധ്യായം 73-ാമത്തെ വചനം. ഒരു ഈച്ചയെങ്കിലും അവരാരെങ്കിലും മാ യംലികുന മിൻ കിത്മീർ. ഖുർആനിലെ 35-ാം അധ്യായം 13-ാമത്തെ വചനം. ഈത്തപ്പഴല്ലേ, ഇപ്പൊ നമ്മൾ ഈ ബേക്കറി കയറി നമുക്ക് കിട്ടുന്ന ഈത്തപ്പഴം, ആ ഈത്തപ്പഴത്തിന്റെ കുരുവില്ലേ, ആ കുരുവിന്റെ മേലെ നഖം കൊണ്ട് മാന്തി നോക്കിയാൽ പൊളിഞ്ഞു കിട്ടുന്ന ഒരു പാടയില്ലേ, അതെടുത്തിട്ട് ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യം, മക്കയിലെ ബൗദ്ധൈവ വിശ്വാസികളോട് ചോദിക്കുന്ന ചോദ്യം, ഈത്തപ്പഴം ഏറെ കണ്ടിച്ച് ശീലിച്ച അവരോട് ചോദിച്ചൊരു ചോദ്യം, അതല്ല മനുഷ്യരെ, ആ ഈത്തപ്പന കുരുവിന്റെ മേലെയുള്ള നിസ്സാരമായ ആ വെളുത്ത തൊലി വരെ സൃഷ്ടിക്കാൻ നിങ്ങൾ ആരാധിക്കുന്ന ആരാധന്മാരെ ഞാൻ വെല്ലുവിളിക്കുന്നു. എവിടെ? കാണിച്ചു തരും. അപാരമായ ചിന്ത. ലോകത്ത് സൂര്യൻ 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യൻ, ആ സൂര്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ, അതാ ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായിട്ടാണ് രാമേന്ദ്ര ശ്രീകൃഷ്ണൻ ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്നത്. അപ്പോ ആ മാതാവിന്റെ ഗർഭപാത്രത്തിൽ 7 കുഞ്ഞുങ്ങൾ വളർന്നു. കഥയിലെ കഥാപാത്രത്തിൽ അല്ലേ, ഒരു വായു ശ്വസിച്ചു വെള്ളം കുടിച്ചു, ആ മാതാവിന്റെ ഗർഭപാത്രത്തിൽ വളർന്നു. അന്ന് ശ്രീകൃഷ്ണൻ ഇല്ല. ദശരഥ മഹാരാജാവ് പുത്രകാമേട്ടി യാഗം നടത്തി. യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ശൃംഗമുനി പായസാന്നം നൽകി. കൈകേയി, കൗസല്യ, സുമിത്ര മൂവരും പായസാന്നം ഭുജിച്ച് കൗസല്യയുടെ പുത്രനായി ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പ് കൈകേയി, കൗസല്യ, സുമിത്ര, ദശരഥ മഹാരാജാവ്, ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, എന്റെ മാധവ, ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അത് സംവിധാനിച്ചവൻ ലോകത്തിന്റെ നാഥൻ. എത്ര കൃത്യമാണ് എന്റെയും നിങ്ങളുടെയും ദൈവം. ഇതിലെവിടെ വർഗീയത? ഇതിലെവിടെ വിഭാഗീയത? നേരെ മറിച്ച് രാമൻ ദൈവമാണെന്ന് സ്ഥാപിച്ച് ആ രാമന്റെ പ്രതിമ വെച്ച് അവിടെ ആരാധിക്കും ഞങ്ങൾ, അത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറയുമ്പോൾ രക്തം ചിന്തും, ചോര ചിന്തും, കലാപമുണ്ടാകും. ഞാൻ വളരെ മനസ്സ് തട്ടുന്നൊരു വാക്ക് സ്നേഹത്തോടു കൂടി പറഞ്ഞുകൊള്ളട്ടെ. BR അംബേദ്കറിന്റെ പ്രതിമ തകർക്കപ്പെട്ടു ബോംബെയിൽ. ആദ്യം ചെരുപ്പിയർച്ച് വമ്പിച്ച കലാപങ്ങളുണ്ടായി. BR അംബേദ്കറിന്റെ പ്രതിമ തകർക്കപ്പെട്ടു, 4 പേർ കൊല്ലപ്പെട്ടു. ഒറീസയിൽ യേശുക്രിസ്തുവിന്റെ പ്രതിമ തകർക്കപ്പെട്ടു. ഇന്ത്യയിലെ കഴിഞ്ഞകാല ചരിത്രങ്ങളിൽ പ്രതിമകൾ തകർക്കപ്പെട്ടു അല്ലേ. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ വല്ലഭായ് പട്ടേലിന്റെ ഉരുക്ക് മനുഷ്യന്റെ പ്രതിമ ഉണ്ടാക്കാൻ പോകുന്നു നരേന്ദ്രമോദി. വിമർശനങ്ങൾ ഏറെയുണ്ട് അല്ലേ. മഹാത്മാഗാന്ധി ജനിച്ച ഗുജറാത്തിന്റെ പോർബന്ദറിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയില്ല. ലോകം മുഴുവനും അറിയുന്ന ദേശസ്നേഹിയുടെ പേരില്ല അല്ലെ. അവിടെയാണ് ഇതെല്ലാം വിമർശനാത്മകമായി പഠിക്കുമ്പോ ഗംഭീരമായി നമ്മൾ മനസ്സിലാക്കുക. നോക്ക്, ഞങ്ങളുടെ നാട്ടിൽ സാധാരണ പറഞ്ഞു കേട്ടൊരു ചൊല്ലുണ്ട്, നാഗത്തിങ്ങലെ ആന എന്നെ കുത്തൂല്ല. അവ ചോദിച്ചു അത്രേ, അതെന്താ മൂപ്പില്ലാലേ? അതെന്താ? ഞാൻ നാഗത്തിങ്ങൽ ആനന്റെ അടുത്തേക്ക് പോവേല്ല, പോയിട്ടില്ലേ പിന്നെ കുത്തില്ലല്ലോ, ഞാൻ ആനുള്ളതിന്റെ ഇല അയാൾക്ക് പോവില്ല. അതുപോലെ ഞങ്ങൾ പറയണത് അറിയോ, പ്രതിമ തകർക്കപ്പെട്ടിട്ടൊരു ഹിന്ദു മുസ്ലിം വൈരം ഉണ്ടാവില്ല. മുഹമ്മദ് നബിയുടെ പ്രതിമ തകർക്കപ്പെട്ടിട്ടൊരു വൈരം, ഒരു ഈച്ചയെ കൊല്ലേണ്ടി വന്നിട്ടുള്ളൂ. 14ാം നൂറ്റാണ്ട്
ഒന്ന് പരിശോധിച്ചു നോക്ക്. ഒരു പ്രതിമ തകർക്കപ്പെട്ടതിന്റെ പേരിൽ ഒരു ഈച്ചയെ കൊല്ലേണ്ടി വരാത്ത മതം ചിന്തിക്കേണ്ടതല്ലേ? അത് ആ മാനവിക മതം ചിന്തിക്കേണ്ടതല്ലേ? നേരെ മറിച്ച് പ്രതിമ ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തിന്റെ അവസ്ഥ എന്താ? എത്ര കലാപമുണ്ടാകുമായിരുന്നു. എന്തിന്? ലളിതമായ, സുന്ദരമായ, സുവ്യക്തമായ ഒരാശയം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇസ്ലാമിൽ മുഹമ്മദ് നബിയുടെ ഫോട്ടോ ഇല്ല, എബ്രഹാം പ്രവാചകന്റെ ഫോട്ടോ ഇല്ല, പ്രതിമയില്ല, അതിനെ വെച്ച് ആരാധിക്കുന്ന സമ്പ്രദായമില്ല. ലോകത്തിന്റെ സൃഷ്ടാവിനെയാണ് ഇസ്ലാം ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സമൂഹത്തിന് അത്തരം വിഷയങ്ങളുടെ കലാപ സാധ്യതയെ ഏറ്റവും കുറച്ചു കൊണ്ടുവന്നു ഇസ്ലാം. അത് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സ്വാമിജിയുടെ പ്രസംഗത്തിലെ ഏറ്റവും ഗംഭീരമായ ഒന്ന്, മദ്യപാനം തിന്മയായ പോലെ, വ്യഭിചാരം തിന്മയായ പോലെ ബിംബാരാധന തിന്മയാകുന്നു എന്ന് ഉച്ചസ്ഥിരം പ്രഖ്യാപിക്കാൻ ചെറിയഴീക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മാതാ അമൃതാനന്ദമയി മഠത്തിൽ നിന്ന് സ്വാമിജി വന്നു. ഞാൻ പ്രസംഗിച്ചു, സ്വാമിജി പ്രസംഗിച്ചു, അച്ഛൻ പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരും എന്നെ യാത്ര ചെയ്യാൻ. പിന്നെ ഞാൻ അറിയുന്നത് എന്ന സന്തോഷത്തോടുകൂടി സ്വാമിജിക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നതാണ്. എന്താ കാരണം? അവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ സ്വാമിജിയെ തടഞ്ഞു വെച്ചു. എന്നിട്ട് ചോദിച്ചു, സ്വാമിജി, ആത്മാർത്ഥമായി ബിംബാരാധന നടത്തിയവരാണ് ഞങ്ങൾ, അതാണ് മോക്ഷത്തിലേക്കുള്ള മാർഗമെന്ന് വിശ്വസിച്ചവരാ ഞങ്ങൾ. ഇവിടെ ഇസ്ലാമിനെ പ്രതികരിച്ചുകൊണ്ട് പ്രസംഗിച്ച ആള് ബിംബാരാധന ഹിന്ദു മതത്തിൽ ഇല്ല എന്ന് കൃത്യമായി ഇവിടെ സ്ഥാപിച്ചു. സത്യം പറയൂ, ഹിന്ദു മതത്തിൽ ബിംബാരാധനയില്ലേ? സ്വാമിജിക്ക് പറയേണ്ടി വന്നു ഇല്ല എന്ന്, ഇല്ല എന്ന്. സുഹൃത്തുക്കളെ നോക്കേ, മുസ്ലിങ്ങളിൽ ഖബറാരാധന, പ്രവാചകൻ മരിക്കുമ്പോ ഏറ്റവും എതിർത്തത് അതാണ്. പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുമ്പോ ഏറ്റവും ശക്തമായി എതിർത്ത അതാണ്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദ. രണ്ട് കാര്യങ്ങൾ. അല്ലാഹുവേ, എന്റെ കബറിടത്തിൽ ഉറൂസ് നടക്കല്ലേ അല്ലാ. പട്ടാമ്പി, കൊണ്ടോട്ടി പോലെയുള്ള നേർച്ചകൾ പാടില്ല, അതെന്റെ കബറിടത്തിൽ നടക്കരുതേ. മാത്രമല്ല, എന്റെ കബറിനെ കെട്ടി ഉയർത്തി അവിടെ മുസ്ലിമീങ്ങൾ എന്നെ ആരാധിച്ച് എന്നെ ബിംബമാക്കുന്ന ഒരു പണി അവർക്കിടയിൽ ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ചാളാ പ്രവാചകൻ. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ വചനം എന്താ? ഒറേബ്യൻ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായി സംസാരിച്ചപ്പോൾ നിങ്ങൾ എന്റെ രൂപം കണ്ടോ? അതുകൊണ്ട് ആണിന്റെയും പെണ്ണിന്റെയും രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്. ആകാശത്തിലെ പർവ്വചാരികളുടെ രൂപമുണ്ടാക്കരുത്. ആഴിയിലെ മത്സ്യാദികളുടെ രൂപമുണ്ടാക്കരുത്. ഭൂമിയിലെ ഉരകവർഗങ്ങളുടെ രൂപമുണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടാക്കി ദൂഷിതരാകരുത്. എത്ര കൃത്യമാണ്. പുറപ്പാട് 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം എന്താ? മിസ്രയീം ദേശത്തു നിന്നും, അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും വെള്ളത്തിനടിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമ അരുത്. അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്. എത്ര കൃത്യമാണ്. വിശുദ്ധ ഖുർആൻ ലോകത്തെ പഠിപ്പിച്ച ഇതാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ആലോചിക്കാം, പ്രതിമയില്ലാത്ത, വിഗ്രഹമില്ലാത്ത, രൂപമില്ലാത്ത, കുരിശില്ലാത്ത, ചന്ദ്രക്കലയില്ലാത്ത ലോകത്തിന്റെ സൃഷ്ടാവിനെ, ലോകനാഥനെ നമുക്ക് വായുവെള്ളവും നൽകിയ 2 കൊട്ടേഷനും കൂടെ വായിച്ച് ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കും. സുഹൃത്തുക്കളെ, 3 പോയിന്റുകളിൽ 1-ാമത്തെ പോയിന്റായി പറഞ്ഞ് 2 പോയിന്റ് കൂടെ ഞാൻ ചുരുക്കി അവതരിപ്പിക്കുന്നു. അതിൽ 2 വാചകങ്ങളും കൂടെ നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്, കേൾക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന്, എ.ഡി. പുസൽക്കാർ എന്ന് പറയുന്ന മോഹൻജദാരോ ഹാരപ്പൻ സംസ്കാരത്തിലെ ഉത്ഖനന ഗവേഷണ പണ്ഡിതനായ എ.ഡി. പുസൽക്കാർ, അദ്ദേഹത്തിന്റെ വാക്ക് ദി ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഇന്ത്യൻ പീപ്പിൾ വോള്യം 1 189 അദ്ദേഹം പറയുന്ന വാചകം ഞങ്ങൾ വായിച്ചു കേൾപ്പിച്ചാൽ ശ്രദ്ധിക്കണം. നമ്മുടെ പഠനങ്ങൾ നമ്മുടെ യഥാർത്ഥ സത്യത്തിലേക്ക് എത്തിക്കും. സംശയരഹിതമായി അമ്പലമെന്ന് ഗണിക്കാവുന്ന യാതൊരെടുപ്പുകളും സിന്ധു നദീതടത്തിൽ നിന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കണക്കാക്കപ്പെട്ട കെട്ടിടങ്ങളിൽ തന്നെ മതപരമായ പ്രതിഷ്ഠകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വിഗ്രഹങ്ങളോ ആൽത്താരകളോ മറ്റാരാധ്യ വസ്തുക്കളോ ഒന്നും അവയിലില്ല. പുരാതന നാഗരികതകളിൽ മതത്തിന് എപ്പോഴും പ്രമുഖ സ്ഥാനമുണ്ടായിരുന്നിട്ടും കാലങ്ങളോളം ഭാരതത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ സ്വാരമായി സ്വാധീനിക്കുകയും
രൂപപ്പെടുത്തുകയും ചെയ്ത പ്രധാന ഘടകം മതമായിരുന്നിട്ടും സിന്ധു നദീതടത്തിൽ നിന്ന് യാതൊരു ആരാധ്യ വസ്തുവും കിട്ടിയില്ല എന്നത് നിശ്ചയമായും വിചിത്രമാണ്. അപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് ആരാധനാ വസ്തുക്കളോ ക്ഷേത്ര സമുച്ചയങ്ങളോ ഒന്നും കിട്ടിയില്ല. അവർ ഏകദൈവത്തെയായിരുന്നു ആരാധിച്ചത് എന്ന് AD പുസൽഖാർ. മൗലാന അബുൽ കലാം ആസാദിന് തർജുമാനുൽ ഖുർആൻ അതിന്റെ 103-ാമത്തെ പേജ്, അതിൽ അദ്ദേഹം പറയുന്നു, കേട്ടോളൂ. അദ്ദേഹം പറയുന്ന വാചകം ഇതൊക്കെ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരാണ്, കേട്ടോളൂ. മോഹൻജദാരോ ഹാരപ്പയിലെ പൂർത്തിയാവാത്ത ഉത്ഖനനങ്ങളുടെ ഫലം വ്യക്തമാക്കുന്നത് ഈ വസ്തുത തന്നെയാണ്. മോഹൻജദാരോവിലെ ജനങ്ങൾ പല ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്നില്ല. ഓം എന്ന് വിളിക്കപ്പെട്ട സർവശക്തനായ ദൈവത്തിലായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത് എന്നാണ്. ഇതിന് തുല്യമായ സംസ്കൃത പദം ഇതുവാൻ എന്നാണ്. സർവശക്തനും സർവ്വതും ഭരിച്ചുകൊണ്ടിരിക്കുന്നവനും എന്നാണ് ആ വസ്തുവിന്റെ അർത്ഥം. അവന്റെ നിയമമനുസരിച്ചാണ് സകല വസ്തുക്കളും നിലനിൽക്കുന്നത് എന്നുമായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. ഇനിയോ ആ ദൈവത്തിന്റെ മറ്റൊരു ഗുണം വേദക്കുൺ എന്നായിരുന്നു. എന്നെന്നും ഉണർന്നിരിക്കുന്നവൻ എന്നാണ് അതിന്റെ താല്പര്യം. മയക്കമോ ഉറക്കമോ ഇല്ലാത്ത എന്ന് ഖുർആൻ പ്രയോഗിച്ച തുല്യമായ പ്രയോഗമാണിത്. അപ്പോ സർവശക്തനായ എല്ലാം നിയന്ത്രിക്കുന്ന, നമുക്കറിയാം സായിബാബയെ ബഹുമാനപുരസരം അദ്ദേഹത്തിന്റെ വയറിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന 130 ഗ്രാം ഭാരമുള്ള കിഡ്നി കംപ്ലീറ്റ് അടിച്ചു. പക്ഷെ സായിബാബ അറിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ശ്വാസകോശം കംപ്ലീറ്റ് തീർന്നുപോയി. അടിച്ചു എന്നാ മോഷ്ടിച്ചു പോയി എന്നല്ല, അതിന്റെ അവധി കഴിഞ്ഞ് കേടുവന്നുപോയി, കലങ്ങിപ്പോയി. അത് എടുക്കാനും തൊടാനും ഇല്ലാത്ത പരുവമായി. ബോധരഹിതനായി നിലത്ത് വീണ് ഹോസ്പിറ്റൽ അഡ്മിറ്റായി. അപ്പോഴാ ലോകം അറിഞ്ഞത്, അപ്പോഴാ ഡോക്ടർ അറിഞ്ഞത്, അപ്പോഴാ അവരറിഞ്ഞത്. അപ്പോഴും സായിബാബ അറിഞ്ഞിട്ടില്ല, കാരണം മൂപ്പര് അബോധാവസ്ഥയിലായിരുന്നു. ആ അബോധാവസ്ഥയിൽ നിന്ന് പിന്നെ അദ്ദേഹത്തിന് ബോധം ഉണ്ടായിട്ടില്ല. സ്വന്തം കിഡ്നി വീക്കായി പോയി. ഈ കിഡ്നി വീക്കായത് അറിയാത്ത ഒരാളെ ലോകത്തിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നതിലെ അവസ്ഥാവിശേഷം ഞാൻ പറഞ്ഞുവല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിരിയുടെ അപ്പുറത്ത് ഒരാൾ വന്നിട്ട് മുട്ടി, ആരാന്ന് ചോദിച്ചു. ആരാന്നറിയാത്തോണ്ടാ ചോദ്യം. ഞാനാന്ന് പറഞ്ഞ എല്ലാരും ഞാനല്ലേ, പേര് പറ. ജാബിർ എന്ന് പേര് പറയും. ഒരു വിരിയുടെ അപ്പുറത്ത് ആരാന്ന് പോലും അറിയാൻ കഴിയാത്ത പ്രവാചക തിരുമേനി ഒരു കല്യാണ വീട്ടിലേക്ക് അദ്ദേഹം കയറി ചെന്നു. അപ്പൊ അവിടുത്തെ കുട്ടികൾ പറഞ്ഞു, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ. നാളെയുടെ കാര്യം അറിയുന്ന ആളാണ് ഈ പ്രവാചകൻ. പ്രവാചകൻ അവിടെ വെച്ച് അപ്പത്തിരുത്തി. ഭാവി കാര്യം അറിയാൻ എനിക്ക് കഴിയില്ല. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. ഏത് ഭൂമിയിൽ വെച്ച് നിങ്ങൾ മരിക്കും എന്നൊരാൾക്ക് പറയാൻ കഴിയില്ല. അപ്പോ ഒന്നാമത്തെ കാര്യം, വേദഗ്രന്ഥങ്ങളുടെ സന്ദേശം എന്ന ഈ സ്നേഹ സംഗമത്തിലെ ഒന്നാമത്തെ പോയിന്റ്, വേദങ്ങളെല്ലാം ഒറ്റ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. അവന്റെ മുമ്പിലാണ് ആരാധനകൾ സമർപ്പിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, കുൽ അഊദു ബിറബ്ബിൻ നാസ്. മനുഷ്യരുടെ, നേരത്തെ പറഞ്ഞല്ലോ അഷ്റഫ് ക, ഹിന്ദുവിന്റെ ദൈവത്തെ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് പറ്റില്ല. മുസ്ലിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് പറ്റില്ല. മനുഷ്യരുടെ ദൈവം ഒരേ. കുൽ അഊദു ബിറബ്ബിൻ നാസ്. ഖുർആനിലെ ഏറ്റവും അവസാനത്തെ അധ്യായം. പറയുക പ്രവാചക, മനുഷ്യരുടെ രക്ഷകനായ ദൈവത്തോട് ഞാൻ അഭയം തേടുന്നു. ഇങ്ങനൊരു ചിന്ത ലോകത്ത് മതത്തിന്റെ ഏറ്റവും കാതലായ മനുഷ്യരുടെ രക്ഷകനോട്, ഇലാഹിന്നാസ് ജനങ്ങളുടെ ആരാധ്യനോട്, മലിക്കിന്നാസ് ജനങ്ങളുടെ രാജാതിരാജനോട്, ജനങ്ങളുടെ ദൈവം. മനസ്സിലായോ? അതായത് ഇവിടെ ഫ്രണ്ടിലിട്ടിരിക്കുന്ന 5-6 കസേരയിൽ 6 ഒരാൾ പറയുന്നു ഗുരുവായൂരപ്പ കാക്കണേ, ഉള്ളാൾ ഞങ്ങളെ രക്ഷിക്കണമെന്ന് വേറൊരാള്, യേശു ക്രിസ്തുവെ കാക്കണേന്ന് വേറൊരാള്, സായിബാബയെ രക്ഷിക്കണമെന്ന് വേറൊരാള്, പിശാരിക്കാവിലമ്മയെ രക്ഷിക്കണമെന്ന് വേറൊരാളോ മനുഷ്യരുടെ മുഴുവനും ദൈവമേ രക്ഷിക്കണേ. ഇതിൽ ആർക്കാണ് സ്വീകാര്യത? ആർക്കാണ് അംഗീകാരം? ആരാണ് ജനകീയൻ? അവിടെയാണ് ഖുർആൻ ലോകത്തോട് തീർത്തു പറഞ്ഞു, മലക്കിനെയോ ജിന്നിനെയോ പ്രവാചകന്മാരെയോ ആരാധിക്കരുത്, ലോകത്തിന്റെ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. 2, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ പന്നിയായി, നായയായി, ചണ്ടാലനായി ജനിക്കുമെന്ന് വിശ്വസിക്കാൻ ഒരു വിഭാഗം ആളുകൾക്ക് ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. അവർക്കത് വിശ്വസിക്കാം. പക്ഷെ അതിലെ ദൈവികത്വം, അതിലെ പ്രാമാണികത,
അത് സവർണ മേധാവിത്വത്തിന്റെ സൃഷ്ടിയാണ്, അല്ലേ? ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശേ, ഭഗവത്ഗീതയിൽ പിൽക്കാലത്ത് വന്നത്. തദീഹ രമണീയാം ചരണേ ഹബ്യാശേ ഹയതി രമണീയാം യോനി അബദ്ധ്യോരൻ ബ്രാഹ്മണ യോനി വസുകര യോനി ചണ്ഡാല യോനി എന്ന് പറയുന്ന ചന്തോക്കമനിഷത്തിലെ വാചകം പിൽക്കാലത്ത് കടത്തിക്കൂട്ടിയതാണ്, അല്ലേ? അല്ലേ, പിൽക്കാലത്തുണ്ടായതാണ്. ബ്രാഹ്മണ മേധാവിത്വം ഉണ്ടാക്കിയതാണ്. നേരെ മറിച്ച് ഇസ്ലാം പറഞ്ഞു, നിങ്ങളുടെ പിതാവ് മണ്ണിൽ നിന്നാണ്, നിങ്ങൾ ആദമിൽ നിന്നാണ്, നിങ്ങളുടെ ദൈവം ഏകനാണ്, നിങ്ങളുടെ പിതാവ് ആദമാണ്. അറബിക്ക് അനറബിയെക്കാളോ കറുച്ചവന് വെളുത്തവനേക്കാളോ യാതൊരു പ്രത്യേകതയുമില്ല, പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കുന്നത് കൊണ്ടല്ലാതെ. അതുകൊണ്ട് തന്നെ ഇസ്ലാം മരണത്തിന് ശേഷമുള്ള, ഇപ്പൊ നിങ്ങൾക്കറിയാം മരണാനന്തരം സ്വർഗം നരകണ്ട് എന്നാ വേദം പറഞ്ഞു. അപ്പൊ ബൈബിളിൽ നിന്റെ വലത് കൈ പാപം ചെയ്യാൻ കാരണമാകുന്നുവെങ്കിൽ നിന്റെ വലത് കൈ നീ ഛേദിച്ച് ദൂരെ കളയുക. രണ്ട് കൈകളോടെ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത് വികലാംഗനായി സ്വർഗത്തിൽ പോകലാണ്. നിന്റെ കാല്, വലത് കാല് പാപം ചെയ്യാൻ കാരണമാണോ, അല്ലെ നിന്റെ കണ്ണുകൾ പാപം ചെയ്യാൻ കാരണമാണോ, ആ കണ്ണ് ചൂഴ്ന്നെടുത്ത് ദൂരെ കളയുക. കാരണം കണ്ണുകളുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ കണ്ണുകളില്ലാത്തവനായി സ്വർഗത്തിൽ പോകലല്ലയോ? സ്വർഗരാജ്യം പ്രാപിക്കാൻ ഗുരു യേശുദേവനോട് ചോദിച്ചു, ഈസാ നബിയോട് ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്? സദസ്സിൽ നിന്നൊരു പിഞ്ചു പൈതലിനെ വിളിച്ച് യേശു ക്രിസ്തു പറഞ്ഞു, നീ കുഞ്ഞിനെ പോലെയാകണം. അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, സെന്റ് പോളിന്റെ ആദിപാപ സിദ്ധാന്തവും ഈസാ നബി പഠിപ്പിച്ച സിദ്ധാന്തവും രണ്ടും രണ്ടാണ്. ചെറിയ കുട്ടിയെ വിളിച്ച് ഈസാ നബി പറഞ്ഞത് ഈ കുട്ടിയെ പോലെയാകണം എന്നാ. കുട്ടി പാപിയല്ല എന്നാണ്. കുട്ടി പാപിയല്ല. പ്രവാചകൻ പഠിപ്പിച്ചതും അതാണ്. കുല്ലു മൗലൂദിൻ യുലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യ കുഞ്ഞും ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ്. ഏത് നിരീശ്വരവാദിയുടെയും, ഏത് കാഫിറിന്റെയും, ഏത് കൊലയാളിയുടെയും, ഏത് വ്യഭിചാരിയുടെയും, ഏത് മദ്യപാനിയുടെയും കുട്ടി നിഷ്കളങ്കനായിട്ടാ ജനിക്കുന്നത്. പിന്നെ മജൂസിയാകുന്നത്, ജൂതനാകുന്നത്, ക്രിസ്ത്യാനിയാകുന്നത്, മുസ്ലിമാകുന്നത് അവന്റെ മാതാപിതാക്കളും അവന്റെ ചുറ്റുപാടുമാണ്. എത്ര ഉജ്ജ്വലമാണ്! അതുകൊണ്ട് തന്നെ ഇസ്ലാം പറഞ്ഞു, മരണത്തിന് ശേഷമുള്ളൊരു ജീവിതം. മഹാഭാരത യുദ്ധവേളയിൽ യുദ്ധം ചെയ്യാതെ പകച്ചു നിന്ന് മാറി നിന്ന അർജുനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞ വാക്കെന്താ? ദ്രോണാചാര്യർ, ഭീഷ്മാചാര്യർ, കവചകുണ്ടലം അനുഗ്രഹമായി ലഭിച്ച കർണൻ, അവരോടൊന്നും ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ശ്രീകൃഷ്ണൻ പറഞ്ഞു, ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം 2-ാമത്തെ വാചകം, 2-ാം അധ്യായം 37-ാമത്തെ വാചകം, അതിലെ 37 ഇങ്ങനെ പറഞ്ഞു, ഹദോവാ പ്രാപ്സസി സ്വർഗം ജിതോവാ ഭോക്ഷസി മഹീം തസ്മാ ദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിക്ഷയ. അല്ലയോ അർജുന, അല്ലയോ കുന്തിപുത്ര, അല്ലയോ കുന്തിപുത്ര, ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ ഹദോവ പ്രാപ്സസി സ്വർഗം, ഇത് ധർമാധർമ്മ യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകുന്നല്ല, ക്ഷത്രിയനാകുന്നല്ല, നീ സ്വർഗത്തിൽ പോകും. കണ്ടോ സ്വർഗം? പ്രവാചക തിരുമേനയോട് അനുയായി ചോദിച്ചു, എവിടെ സ്വർഗം? ഞാൻ ഈ കാരക്ക കുറിച്ചത് വലിച്ചെറിഞ്ഞ് യുദ്ധം ചെയ്ത് ഷഹീദായാൽ എവിടെ പോകും? ദഖലൽ ജന്ന, സ്വർഗം. ഇസ്ലാമിൽ 2000 ചില്ലാനം ഖുർആനിക വചനത്തിലൂടെ നരകസ്വർഗങ്ങളുടെയും മരണാനന്തര ജീവിതത്തിന്റെയും സത്യതയെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയും ഇവിടെ പ്രസംഗിച്ച സ്വാമിജിയും ഇവിടെ പ്രസംഗിക്കാതെ പോയ നമ്മുടെ രോഗം കൊണ്ട് പ്രയാസപ്പെട്ട അച്ഛനും നമ്മളൊക്കെ ദൈവസന്നിധിയിൽ ഇതുപോലെ ഈ സദസ്സും ഈ സമൂഹവും ഇവിടെയുള്ള എല്ലാവരും ഒരുമിച്ച് കൂടും. കല്ലടിക്കോടെ അമുസ്ലിങ്ങളും ഹൈന്ദവരും ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ പരസ്പരം കാണിക്കപ്പെടും. മാധവന് ബഷീറിനെ കാണാം, ബഷീറിന് സുബൈറിനെ കാണാം, എല്ലാവരെയും. അല്ലാതെ ഞാൻ തന്നെ വിചാരിക്കാറുണ്ട്, ഒരു അടുത്ത ജന്മത്തിൽ പന്നിയായി നായയായി ഒക്കെ ജനിക്കുന്നു പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ എന്റെ ബുദ്ധിക്ക് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു യാത്ര ചെയ്യുമ്പോൾ ഒരു ടൗണിൽ രാത്രി 2 മണിക്ക് 13 നായ്ക്കളുണ്ട് ഇങ്ങനെ. അപ്പൊ തമാശേരിന്റെ കൂടെ വന്നതോടെ നമുക്കൊന്ന് ഇറങ്ങി ചോദിക്കാം, നീ കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു? ഞാൻ അന്ന് കുഞ്ഞിക്കണ്ണനായിരുന്നു, കുഞ്ഞിരാമനായിരുന്നു, ഞാനിങ്ങനെ നികിട്ട ജന്മം ചെയ്തപ്പോ നായിയായി എന്നൊരു നായ്ക്കും തിരിച്ചറിയാൻ കഴിയില്ല. അത് എന്തിനുണ്ടാക്കിയതാണ്? ബ്രാഹ്മണന് ശൂദ്രൻ എന്നും പാദസേവ ചെയ്യണം, ഒരിക്കലും ശൂദ്രൻ രക്ഷപ്പെടാൻ പാടില്ല. അതിനാ ഈ മേധാവിത്വം നിലക്കാനാ. നേരെ മറിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ മനുഷ്യരായി സ്നേഹിപ്പിച്ചു കണ്ടു. കർമ്മങ്ങൾ കൊണ്ട് മനുഷ്യൻ ഉന്നതനാകാൻ പറഞ്ഞു.
അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഇവിടെ ഉദ്ധരിക്കപ്പെട്ടു 60-ാം അധ്യായം 2-ാമത്തെ വചനം സൂറത്തുൽ മുൽക്കിൽ അഷ്റഫ് അവിടെ ഉദ്ധരിക്കുകയുണ്ടായി. മരണവും ജീവിതവും നൽകിയത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവൃത്തി പ്രവർത്തിക്കാൻ നോക്കാനാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ആ പോയിന്റ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നിരീശ്വരവാദിയായിരുന്നു, മതവിശ്വാസിയായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ, അദ്ദേഹം ഇസ്ലാമിനെ പറ്റി ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി 1-ാം വോള്യം 195 മുതൽ അദ്ദേഹം പറഞ്ഞു, ഇസ്ലാം സൗദി അറേബ്യ ചരിത്രത്തിൽ ഒന്നും ആയിരുന്നില്ല. ഇരുണ്ട യുഗത്തിൽ ജീവിച്ചിരുന്ന ഒട്ടക സഞ്ചാരത്തിനനുസരിച്ച് ജീവിച്ച ഊശ്വര ഭൂമിയിൽ ഊശ്വര ഹൃദയം പേറിയ ഒരു ജനപദം പിന്നെ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു വിഭാഗമായി അവർ മാറി. അതിന് നെഹ്റു പറയാണ് 2 കാരണം ഉണ്ടായി. ഒന്ന്, ലോകത്തിന്റെ സിട്ടാവിൽ അവർ അചഞ്ചലമായി വിശ്വസിച്ചു. ആരറിഞ്ഞാലും ആര് കണ്ടാലും ആര് കേട്ടാലും ആ ഈശ്വരൻ അറിയുന്നു, ആ അല്ലാഹു അറിയുന്നു. അലം യഅലം ബി അന്നല്ലാഹ യറ, അലം യഅലം ബി അന്നല്ലാഹ യറ. സുരേന്ദ്ര, മാധവ, ദേവകി, ആമിന, ആയിഷ, നിന്റെ ഏതേത് പ്രവൃത്തിയും നിന്റെ ഭർത്താവിന്റെ അഭാവത്തിൽ, നിന്റെ അച്ഛനമ്മമാരുടെ അഭാവത്തിൽ ലോക സിട്ടാവ് കാണുന്നു എന്ന 96-ാം അധ്യായം 14-ാമത്തെ വചനം. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ഖുർആൻ 50-ാം അധ്യായം 16-ാമത്തെ വചനമാണ്. മനുഷ്യർ സൃഷ്ടിച്ചത് ലോകത്തിന്റെ നാഥനാണ്. അവന്റെ കണ്ണിന്റെ കട്ടുനോട്ടം, അവന്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ എല്ലാം അറിയുന്ന സിട്ടാവ്. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ. 35-ാം അധ്യായം 28-ാമത്തെ വചനം. നിങ്ങളുടെ ഹൃദയത്തിലൂടെ അറിയുന്നവന് സൃഷ്ടാവ്. ആ സിട്ടാവിനെ പേടിച്ചത് കൊണ്ടാണ് അറബ് നാട് നന്നായത് എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. 1. 2, മരണത്തിന് ശേഷം ഒരു ജീവിതം, അവിടെ നഖശികാന്തം. എന്റെ ജീവിതം വിമർശിക്കപ്പെടും, എന്റെ ജീവിതം പ്രശംസിക്കപ്പെടും. ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. ഖുർആനിലെ 98-ാം അധ്യായം 99-ാം അധ്യായം 8-9 വചനങ്ങൾ. അതിൽ പറയുന്നത് എന്താ? ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ, അണുമണി തൂക്കം തിന്മ ചെയ്താലും ദൈവം അത് കാണും. നന്മയും തിന്മയും അതിന്റെ പ്രതിഫലം ഉണ്ടാവും. ഈ പരലോക ബോധം, ഒരു ഉദാഹരണം പറയാം. സ്വതന്ത്ര ഭാരതത്തിൽ ഉമറിന്റെ ഭരണമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ മഹാത്മാഗാന്ധി പറഞ്ഞല്ലോ. എന്തുകൊണ്ട്? 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച ഉമറിന്റെ നാട്ടിൽ അവർ ഉമറിനേക്കാൾ, പട്ടാളത്തേക്കാൾ അള്ളാനെ പേടിക്കുന്ന ഒരു ജനവിഭാഗം ഉണ്ടായി. മോളെ, പാലിൽ വെള്ളം ചേർക്കുന്ന ഉമ്മ പറഞ്ഞു, ഇല്ല ഉമ്മ, ഇല്ല ഉമ്മ, ഉമറ് അറിയും. ഇല്ല മോളെ, ഉമർ കാണാനോ ഈ രാത്രിയോ? അല്ല ഉമ്മ, ഉമർ കണ്ടാലും ഉമർ കണ്ടില്ലെങ്കിലും, ഉമറിന്റെ പട്ടാളം കണ്ടാലും ഇല്ലെങ്കിലും, ഉമറിനെയും എന്നെയും നിങ്ങളെയും പട്ടാളത്തെയും ലോകത്തെയും ഒക്കെ സൃഷ്ടിച്ച സാക്ഷാൽ അല്ലാഹ്, ലോകത്തിന്റെ നാഥൻ. അലം യഅലം ബി അന്നല്ലാഹ യറ. അല്ലമ്മ, ആ അല്ലാഹ് കാണില്ലേ? അതുകൊണ്ട് പാലിൽ വെള്ളം ചേർക്കില്ല. പറയൂ, ഈ വിശ്വാസത്തിന്റെ കുഴപ്പം എന്താണ്? ഈ വിശ്വാസം നേടിയ നേട്ടം ലോകത്ത് വേറെ ഏതെങ്കിലും എത്ര നിരീശ്വരവാദ രാജ്യങ്ങൾ, എത്ര ലോകങ്ങൾ ആർക്കെങ്കിലും നിർവഹിക്കാൻ കഴിഞ്ഞു? ഇല്ല, ഇല്ല, ഇല്ല. ഇസ്ലാമിന്റെ പ്രത്യേകത അതാ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ആട്ടുകട്ടിലിരുന്നൊരു പെണ്ണ് പാടി. എന്താ പാടിയത്? ചുറ്റും കറുത്തു തമോമയമായി ഇരുൾമുട്ടും ഇരവിതിൽ ഏകാകിയാണ് ഞാൻ, കൂട്ടിനൻ തോഴനില്ലായികയാൽ എൻ നിദ്ര പറന്നുപോയോ. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭർത്താവ് പട്ടാളത്തിലായിരുന്നു. അവര് പാടുക, ഏകാകിയാണ് ഞാൻ, ഈ വീട്ടിൽ ഞാൻ ഏകാകിയാണ്, ആരുമില്ല, എന്നെ കാണാൻ ആരുമില്ല, എന്റെ ഭർത്താവ് പട്ടാളത്തിൽ, എന്നെ നിയന്ത്രിക്കാൻ ആരുമില്ല. തണുത്ത രാത്രി, എന്റെ ശരീരത്തിന്റെ ചൂട്, ലൈംഗികത, അത് ഞാൻ തീർക്കുമായിരുന്നു. ഞാൻ അല്ലാഹുവേ നിന്നെ പേടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ. അലം യഅലം ബി അന്നല്ലാഹ യറ. പ്രവാചകന്റെ ഭരണകാലഘട്ടത്തിൽ ലക്ഷോപലക്ഷം വരുന്ന വനിതകൾ, പ്രവാചകന്റെ ഭരണകാലഘട്ടത്തിന് ശേഷം ഉൾപ്പെടെ ലക്ഷോപലക്ഷം സ്ത്രീകൾ, ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, അടക്കമുള്ള ഒതുക്കമുള്ള ഭർത്താവിന്റെ അഭാവത്തിൽ ചാരിത്രത്തെ കാത്തു സൂക്ഷിച്ച സ്ത്രീകളെ സൃഷ്ടിക്കാൻ ഇസ്ലാമിന് കഴിഞ്ഞു. പട്ടാളത്തിനപ്പുറത്ത് അതാണ് ഇസ്ലാം. മറുകണ്ഠം ചാടാത്ത സഹോദരിമാരെ സൃഷ്ടിക്കാൻ പരലോകബോധത്തിന്. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, ലോകത്തിലെ ഏതെങ്കിലും ഒരു വേദഗ്രന്ഥം, ഋഗ്വേദ, സാമവേദ, അഥർവവേദം, 2000 വർഷമാണ് ഋഗ്വേദത്തിന്റെ രചനാ കാലഘട്ടം എന്നാണ് പ്രഗത്ഭരായ സകല പണ്ഡിതന്മാരും പറയുന്നത്. ശരി,
ഋഗ്വേദത്തിന്റെ ഉള്ളടക്കം പൂർത്തിയാകുമ്പോൾ അതിന്റെ ഉള്ളടക്കം സമ്പൂർണമായി സ്വീകരിച്ച ഒരു ജനത ലോകത്ത് എവിടെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ബൈബിളിന്റെ ഉള്ളടക്കം സ്വീകരിച്ച ഒരു ജനത ലോകത്ത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ലോകത്തിലെ ഏതെങ്കിലും ഒരു വേദഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം അതുപോലെ സ്വീകരിച്ച ഒരു ജനത ലോകത്ത് എവിടെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ ഖുർആൻ ഇഖ്റയിൽ തുടങ്ങി വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന അവസാനത്തെ വചനം ഇറങ്ങുമ്പോഴേക്ക് അതിന്റെ ഉള്ളടക്കം സ്വീകരിച്ച് ഒരു തുള്ളി മദ്യപിക്കാത്ത രാഷ്ട്രം, ഒരു വ്യഭിചരിക്കാത്ത രാഷ്ട്രം, പലിശ കൊടുക്കാത്ത രാഷ്ട്രം, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാത്ത രാഷ്ട്രം, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടാത്ത രാഷ്ട്രം, അങ്ങനെയുള്ളൊരു വലിയ ജനപദത്തെ സൃഷ്ടിക്കാൻ ഇസ്ലാമിന് മാത്രമാണ് സാധിച്ചത് എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി കോട്ടൺ ചൈൽഡ് ഗിബ്ബൺ എല്ലാരും പറഞ്ഞു, എം.എൻ. റോയ് എല്ലാരും അത് സമ്മതിച്ചു. എങ്കിൽ ആ മതം, ആ സുരക്ഷിതത്വത്തിന്റെ മതം സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും എല്ലാം സൃഷ്ടിച്ച ആ സൃഷ്ടാവിനെ, അവൻ അവതരിപ്പിച്ച മതത്തെ, ഇനിയോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വ്യക്തിത്വം ഏതസ്മിന്നന്തരേ മ്ലേച്ഛാചാര്യണ സമുന്നിത മഹാമെദിക്കാത ശിഷ്യശാഖാ സമുന്നിതം എന്ന് പറഞ്ഞ ഭവിഷ്യൽ പുരാണത്തിൽ പറഞ്ഞ, കൽക്കി പുരാണത്തിൽ പറഞ്ഞ, കുന്തവ സൂക്തത്തിൽ പറഞ്ഞ ആ മുഹമ്മദ്, അഹമ്മദ്, ആ പ്രകീർത്തിക്കപ്പെട്ട വാഴ്ത്തപ്പെട്ട ആ പ്രവാചകൻ ലോകത്തുണ്ടാക്കിയ പോലെ ഒരു പരിവർത്തനം. അദ്ദേഹം നല്ലൊരു ഭർത്താവായി, നല്ലൊരു മകനായി, നല്ലൊരു മരുമകനായി, നല്ലൊരു പിതാമഹനായി, നല്ലൊരു കച്ചവടക്കാരനായി, നല്ലൊരു അയൽവാസിയായി, നല്ലൊരു സൈന്യാധിപനായി, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ലോകത്തിന് അദ്ദേഹം മാതൃക കാണിച്ചു. അങ്ങനെ എല്ലാ മേഖലകളിലും മാതൃക കാണിച്ച ഒരാചാര്യൻ അദ്ദേഹത്തിന് തുല്യമായി ലോകത്ത് വേറെയില്ല. നിങ്ങൾ പരിശോധിക്കണം, നിങ്ങൾ പഠിക്കണം. വേദഗ്രന്ഥങ്ങളുടെ സന്ദേശത്തിന്റെ ആകത്തുകയാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്. സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജില്ലാ ദഅവാ സമ്മേളനം പാലക്കാട് ടൗണിൽ വെച്ച് ഈ വരുന്ന ജനുവരി 5-ന് 2014 ജനുവരി 5-ന് പാലക്കാട് ദഅവാ സമ്മേളനം നടക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഈ പ്രദേശങ്ങളിലെല്ലാം ആലത്തൂർ വടക്കാഞ്ചേരിയിൽ കഴിഞ്ഞ ദിവസം, അതുപോലെ ഈ നാടിന്റെ പല പ്രദേശങ്ങളിലും പറളിയിൽ ഒക്കെ നടന്നു ഇതുപോലെ ഒരുപാട് സമ്മേളനങ്ങൾ, വ്യത്യസ്തമായ പ്രബോധക സംഘങ്ങളുടെ ഒരുപാട് ദഅവാ സംരംഭങ്ങൾ. അതെല്ലാം എല്ലാ മതസമൂഹങ്ങൾക്കും വെളിച്ചം നൽകാനാണ്. നേരത്തെ സൂചിപ്പിച്ചൊരു പ്രധാനമായ പോയിന്റ്, ഏത് മതത്തിൽ വിശ്വസിക്കുമ്പോഴും ആ മതത്തിന്റെ ആചാരങ്ങളും ആശയങ്ങളും കാത്തു സൂക്ഷിക്കുമ്പോഴും ഇതര മതസമൂഹത്തിന്റെ ആഘോഷങ്ങളും ആചാരങ്ങളും ഇങ്ങോട്ട് സ്വീകരിച്ച് മതലയനമല്ല. അതിനപ്പുറത്ത് എന്റെ മതം സ്വീകരിക്കുന്നതോടൊപ്പം എന്റേത് ശരിയെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം മറ്റൊരുത്തന്റെ മതം അതാണ് ശരി, അതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം അവന് വകവെച്ചു കൊടുത്തുകൊണ്ട്, ഇപ്പൊ നിങ്ങൾക്കറിയാം, ഹിന്ദുമത സമൂഹത്തിൽ ഏറ്റവും വിപ്ലവകാരിയായ ഒരു പക്ഷേ സമൂഹം കണ്ട ഹിന്ദുമതത്തിന്റെ ദർശനങ്ങളെ അട്ടിമറിച്ചു എന്ന് പഠിച്ചവർ വിശ്വസിക്കുന്ന ശങ്കരാചാര്യർ, അദ്ദേഹത്തിന്റെ വിശ്വാസം എന്താ? ശങ്കര ദർശനം മാത്ര ശരി, ബാക്കിയൊക്കെ തെറ്റാണ്, ബാക്കിയൊക്കെ തെറ്റാണ്. അങ്ങനെ വിശ്വസിക്കാൻ അവർക്ക് അവകാശമുണ്ട്. കാരണം ഇതിനേക്കാൾ അപ്പുറത്തൊരു ശരിയില്ല എന്ന് അവരെ മനസ്സെത്തി അത് ശരിയായി അവർ പ്രഖ്യാപിച്ചു. ശ്രീനാരായണ ഗുരു പറഞ്ഞത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വരൂ എന്നാലും അക്കടപ്പുറത്ത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സമാധി സമ്മേളനത്തിൽ ആശ്രമത്തിൽ ചെന്നപ്പോ അവിടെയുള്ള സ്വാമിജിയും പറഞ്ഞത്, ശ്രീ ജയിക്കട്ടെ എന്ന് പറയാതിരുന്നത്, ഞാൻ ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രതിനിധിയല്ല, പല മതത്തിന്റെയും പ്രതിനിധിയാണ് എന്ന് സ്വാമിജിക്ക് പറയാൻ കഴിഞ്ഞു. പക്ഷെ മറ്റൊരു വിഭാഗത്തിന് പറയാൻ കഴിഞ്ഞില്ല. എന്തേ കാരണം? എല്ലാവർക്കും ഉണ്ട് അവരുടെ ഒരു പക്ഷം. ഉറപ്പാണ്, ഞങ്ങളും വിശ്വസിക്കുന്ന ഇസ്ലാം മാത്രമാണ് ശരി. കാരണം ഇസ്ലാം 714 കോടി മനുഷ്യരെയും സൃഷ്ടിച്ച പടച്ചോനാണ് അവതരിപ്പിച്ച്. മരവും തെങ്ങും കവുങ്ങും പ്ലാവും എല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവാണ് മതം അവതരിപ്പിച്ചത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിൽ പാർഷ്വാലിറ്റി ഇല്ല. അതിൽ ഇന്ന് വരെ ആ മതം പഠിപ്പിച്ച ഏതെങ്കിലും ഒരു നന്മയല്ല എന്ന് തെളിയിക്കാൻ ഈ സെക്കൻഡ് വരെ കഴിഞ്ഞിട്ടില്ല. അതിലെ തിന്മയെന്ന് പഠിപ്പിച്ചൊരു കാര്യം മാനവ സമൂഹത്തിന് നന്മയാണ് എന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ പഠന മനനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട്, ചർച്ചകൾക്ക് വെച്ചുകൊണ്ട്, എന്റെ ഏതെങ്കിലും വാക്ക് എവിടെയെങ്കിലും പാറിപ്പോയെങ്കിൽ, തെറ്റിപ്പോയെങ്കിൽ അതെന്റെ തെറ്റു മാത്രമാണ്, മതത്തിന്റെ തെറ്റല്ല. ഞാനും നിങ്ങളെപ്പോലെ സാധാരണക്കാരനാണല്ലോ, ഒരു സ്ലിപ്പ് ഓഫ് ദ ടങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. സഹോദരങ്ങളെ, ഏത് നിമിഷം മരിച്ചാലും
ആ മരണം ദൈവത്തിന് ഇഷ്ടപ്പെട്ട സമ്പൂർണമായ കീഴൊതുങ്ങുന്നതിലാവണം. അതിനുവേണ്ടി പഠിക്കാൻ, ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം ഉൾക്കൊള്ളാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ വമ്പിച്ച നഷ്ടം നാളെ ദൈവസന്നിധിയിൽ നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് അവസാനം ഞാനൊരു വേദഗ്രന്ഥം ഉദ്ധരിക്കുന്നത്. അന്തം തമഹ പ്രപിശംതിയേ സംപൂത്യമുപാസതേ തതോ ഭൂയ ഇവദേ യഹുസംഭൂതിയം രദഹ. ഈശാവാശോപനിഷത്തിലെ 12ാമത്തെ ശ്ലോകമാണ്. ദൈവേതരരെ, അതായത് സൃഷ്ടാവല്ലാത്ത, ഏകനല്ലാത്ത, അപ്പോ ഞാൻ പറഞ്ഞത്, ഏകനായ ദൈവത്തെയല്ലാതെ ഏതെങ്കിലും ഒരു സൃഷ്ടിയെ ആരാധിച്ചാൽ, ആ സൃഷ്ടിയെ ആരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്തിലെത്തുമെന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമുണ്ട്. ലോകത്തിന്റെ സൃഷ്ടാവിനെ, നമുക്ക് വായു നൽകിയ, നമുക്ക് വെള്ളം നൽകിയ, നമുക്കെല്ലാം നൽകിയ ലോകത്തിന്റെ സൃഷ്ടാവിനെ, ആ സൃഷ്ടാവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. സഹോദരങ്ങളെ, ഓർമ്മപ്പെടുത്തലുകളാണല്ലോ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. മുഹറം മാസം ഇസ്ലാമിക ചരിത്രത്തിലെ ശ്രദ്ധേയമായ സവിശേഷമായ അനവധി പുണ്യങ്ങളുള്ള മുഹറത്തിലെ 9-10 നോമ്പുകൾ വളരെ പ്രസിദ്ധവും നാം ആചരിക്കേണ്ടതുമാണ്. ആ ദിനങ്ങളാണ് നമ്മളിൽ സമാഗതമാകുന്നത്. അതുകൊണ്ട് തന്നെ മുഹറം മാസത്തിലെ ഈ പ്രസിദ്ധമായ നോമ്പിന്റെ ഏറ്റവും അടുത്തു നിൽക്കുന്നു നമ്മൾ. അതുകൊണ്ട് ആ നോമ്പിനെ കുറിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതെടുക്കുകയും അതിലെ പുണ്യം നേടുകയും ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പരലോകത്തിന് വേണ്ടി, മരണാനന്തര ജീവിതത്തിന് വേണ്ടി മത്സരിക്കണമെന്നും ഓർമ്മപ്പെടുത്തി ഈ വിഷയം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇന്ന് പ്രഭാതത്തോടെ സൂര്യോദയത്തിന് മുമ്പായി സുബൈ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായി അത്താഴം കഴിച്ച് സുന്നത്ത് നോമ്പിൽ പ്രവേശിക്കേണ്ടവർ നമ്മൾ. നാളെയും മറ്റന്നാളും നമുക്ക് മുഹറം മാസത്തിലെ നോമ്പാണ്. അതെല്ലാവർക്കും അറിയാമെന്നത് കൊണ്ടാണ് ഞാൻ അതൊന്നുകൂടെ, എന്നാൽ ചിലരെങ്കിലും ജീവിതത്തിന്റെ ഒഴുക്കിൽ അതറിയാത്തത് കൊണ്ടാവാം. അതുകൊണ്ട് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, നാളെയും മറ്റന്നാളും നമ്മൾ നോമ്പിലാണ്. എല്ലാവരും അത് ഓർക്കുക. മുസ്ലിം സമൂഹത്തോട് എനിക്ക് ഒരൊറ്റ വാചകം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. തർക്കിച്ച് കാലം കഴിക്കേണ്ടവരല്ല നമ്മൾ. ഉഖ്രിജത്തിൽ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരാണ്. നാളെ നമ്മുടെ നാട്ടിലെ അമുസ്ലിങ്ങൾ ദൈവസന്നിധിയിൽ നമുക്കെതിരെ സാക്ഷ്യം വഹിക്കരുത്. പടച്ചവനെ, മുജാഹിദ് പ്രസ്ഥാനം എന്നൊരു നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടായിട്ട്, അവരുടെ കൈകളിൽ ഉന്നതമായ ഒരു ആദർശം ഉണ്ടായിട്ട് അവർ പറഞ്ഞു തന്നില്ല, അവർ പരസ്പരം തർക്കിക്കുകയായിരുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മളെ കുറിച്ചുണ്ടാകരുത്. നമുക്കാരെയും നിർബന്ധിച്ച് മതത്തിലെത്തിക്കാൻ നമുക്ക് അവകാശമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. അതുകൊണ്ട് ഈ സന്ദേശം ജനങ്ങൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക. വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്ക് സാധിക്കും. നമ്മളോട് പ്രവർത്തിക്കാനാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണൽ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യത്തിന്റെ സത്പഥത്തിലൂടെ സഞ്ചരിച്ച് ഈമാനിക ചൈതന്യത്തോടെ ജീവിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പകയും വിദ്വേഷവും അസൂയയും ഇല്ലാത്ത ഒരു മനസ്സല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. വിലപ്പെട്ട സമയത്തെ അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെട്ട് നശിപ്പിക്കാതിരിക്കാൻ നമുക്ക് അല്ലാഹു ഉൾക്കാഴ്ച നൽകുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.